ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് PSC കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 2024 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ചർച്ച ചെയ്തു വരുന്നത് അല്ലേ. ഓൾറെഡി ഒക്ടോബർ മാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നവംബർ മാസത്തിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. സോ എന്തായാലും നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കേരള റിലേറ്റഡ് ഫാക്ട്സ്, ഇന്ത്യ റിലേറ്റഡ് ഫാക്ട്സ്, ഇന്റർനാഷണൽ ഫാക്ട്സ് എല്ലാം നമുക്ക് നോക്കാം. ആദ്യത്തെ കറണ്ട് അഫെയർ എന്താണ്? ഒമർ അബ്ദുള്ള ടേക്സ് ഓത്ത് ചീഫ് മിനിസ്റ്റർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. എന്താണ് ഒമർ അബ്ദുള്ള റീസെൻ്റ് ആയിട്ട് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പുതിയ യൂണിയൻ ടെറിട്ടറി, സംസ്ഥാനമല്ല യൂണിയൻ ടെറിട്ടറി ആണല്ലേ, യൂണിയൻ ടെറിട്ടറിയുടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 2015 തൊട്ടിട്ട് കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ ജമ്മു ആൻഡ് കാശ്മീരിനൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. 2019 എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അല്ലേ. 2019 എന്താണ് സംഭവിച്ചത്? ആർട്ടിക്കിൾ 370 പിൻവലിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ എന്താണ് മൊത്തത്തിൽ അരക്ഷിതാവസ്ഥയായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിൽ ഉണ്ടായിരുന്നത്. സോ ആ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും ആദ്യം സ്റ്റേറ്റ് ആയിരുന്ന ജമ്മു ആൻഡ് കാശ്മീരിന് പിന്നെ എന്താണ് നിയമസഭയോടുകൂടി ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നതിന് ശേഷം ഇത്തരത്തിൽ ഇലക്ഷൻ നടന്നു അല്ലേ. സുപ്രീം കോടതി റീസെൻ്റ് ആയിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇലക്ഷൻ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല, തീർച്ചയായിട്ടും ഇലക്ഷൻ നടത്തിയിട്ട് അവിടെ ആവശ്യമുള്ള മന്ത്രിസഭയും കാര്യങ്ങളും കണ്ടെത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ റീസെൻ്റ് ആയിട്ട് അവിടെ ഇലക്ഷൻ നടക്കുകയും അങ്ങനെ ആ ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒമർ അബ്ദുള്ള എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും തിരികെ കൊണ്ടുവന്നു അല്ലേ. കാരണം എന്താണ് 2009 തൊട്ടിട്ട് 2015 വരെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ഒമർ അബ്ദുള്ള. അന്ന് സംസ്ഥാനം എന്ന രീതിയിലാണ്, എന്നാൽ ഇന്നെന്താണ് യൂണിയൻ ടെറിട്ടറി ആണല്ലേ. ഓഫ് ദ നാഷണൽ കോൺഫറൻസ് വാസ് സോൺ ഇൻ ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ഡൽഹി, പുതുച്ചേരി. അതുപോലെ എന്താണ് ജമ്മു ആൻഡ് കാശ്മീരും ഇത്തരത്തിൽ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. ഹി പ്രീവിയസ്ലി സെർവ്ഡ് ആസ് Chief Minister from 2009 to 2015, completing a full 6-year term during that period. ആ ഒരു സമയത്ത് എന്താണ് 6-year term അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യേണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം മുഖ്യമന്ത്രി പദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനിശ്ചിതാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 2019 ഈ പറയുന്ന സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഇനി മറ്റൊരു ചോദ്യം PSC സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഓരോ യൂണിയൻ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണേഴ്സിനെ ചോദിക്കാറുണ്ട് അല്ലേ. ഇവൻ ഈ പറയുന്ന ലഫ്റ്റനന്റിന്റെ ഫുൾ ഫോം പോലും ചോദിക്കാറുണ്ട് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട്. ആരാണ് ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ? മനോജ് സിൻഹയാണ് അല്ലേ. അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കണം. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. ഞാനിവിടെ വട്ടുവിടുന്ന കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. Okay, Omar Abdullah is the first chief minister of the Union Territory to assume office following the abrogation of Article 370. Article 370യുടെ ആ ഒരു പിൻവലിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയാവുന്ന ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഒമർ അബ്ദുള്ള. ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ് ടു എ യൂണിയൻ ടെറിട്ടറി 2019. 2019 എന്താണ് അതുവരെ സംസ്ഥാന പദവി ഉണ്ടായിരുന്ന ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു സുപ്രഭാതത്തിൽ എന്താണ് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റുകയും ചെയ്തു, സെൻട്രലിന്റെ അധീനതയിൽ കൊണ്ടുവന്നു അല്ലേ. ഫോളോയിങ് ദ ഇലക്ഷൻ റിസൾട്ട് പ്രസിഡൻസ് റൂൾ വാസ് റിവോക്ഡ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. 2019 തൊട്ടിട്ട് 2024 വരെ പ്രസിഡൻസ് റൂൾ ആയിരുന്നു. കാരണം അവിടെ എന്താണ് മന്ത്രിസഭയും കാര്യങ്ങളൊന്നുമില്ല, സെൻട്രലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രസിഡന്റ് റൂൾ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബട്ട് സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞു ഈ പരിപാടി നടക്കത്തില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഇലക്ഷൻ നടത്തണമെന്ന് പറയുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രസിഡൻസ് റൂള് പിൻവലിച്ചിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇത്തരത്തിൽ മന്ത്രിസഭ വരികയും ചെയ്തു അല്ലേ. ദ 2024 ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ഷൻ വാസ് എ ഫസ്റ്റ് അസംബ്ലി പോൾ ഇൻ ദ 10 years and the first since Article 370 was removed in August 2019. ഓൾറെഡി പറഞ്ഞു 2015 ഇത്തരത്തിൽ ഒമർ അബ്ദുള്ള അധികാര സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ഇലക്ഷൻ അവിടെ നടന്നിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള ആദ്യത്തെ ഇലക്ഷൻ കൂടിയാണ്. അതുകൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡാരോൺ അസ്മോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്ക് ഈ വർഷത്തെ സാമ്പത്തിക നൊബേൽ സമ്മാനം ലഭിച്ചു അല്ലേ. ആരൊക്കെയാണ്? 3 പേരാണ്. സാധാരണയായിട്ട് നൊബേലുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്സ്, കെമിസ്ട്രി, മെഡിക്കൽ സയൻസ് എല്ലാം നമുക്ക് പഠിക്കണം അല്ലേ.
ബട്ട് പരീക്ഷയ്ക്ക് നമ്മുടെ PSCയുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്, മറ്റുള്ളത് കണ്ടുവരാറില്ല എന്നല്ല, കണ്ടുവരാറുണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ചോദിക്കാറുണ്ട്. ബട്ട് കുറച്ചധികം പ്രാധാന്യം അവർ നൽകുന്ന എന്താണ്, ഒന്നുകിൽ നമ്മുടെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ സമ്മാനം ചോദിക്കാറുണ്ട്, സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ സമ്മാനം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക ശാസ്ത്രം അല്ലെ, സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ സമ്മാനം ചോദിക്കാറുണ്ട്. സോ ഇത്തവണ 3 പേർക്കാണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ടാരോൺ, സൈമൺ, റോബിൻസൺ. എല്ലാം ഇണ്ണിൽ അവസാനിക്കുന്നുണ്ട് അല്ലേ, വേണം നമുക്ക് ആ ഒരു കോമ്പിനേഷൻ എടുക്കാം. എല്ലാം ഇണ്ണിൽ അവസാനിക്കുന്നുണ്ട്. മലയാളത്തിൽ ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഡാരോൺ, സൈമൺ, അതുപോലെ റോബിൻസൺ. നമുക്ക് ആ ഒരു റൈമിക്കാര് പഠിക്കാം. എല്ലാം ഓണാണല്ലേ, എല്ലാം ഓണാണ്, ഫുൾ ഓണാണ്. ഡാരോണാണ്, സൈമൺ ആണ്, അതുപോലെ തന്നെ റോബിൻസൺ, എല്ലാം ഫുൾ ഓണാണ്. ആ രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഡാരോൺ എല്ലാം എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് എന്താണ് അവസാനം ON വരും അല്ലേ, സൈമൺ ആയാലും ഡാരോൺ ആയാലും അതുപോലെ തന്നെ റോബിൻസൺ ആയാലും എല്ലാത്തിലും അവസാനം ഓൺ വരും. ഇനി വേറെ എന്തെങ്കിലും ഓൺ അവർ കൊണ്ടുപോയിട്ടിട്ട് എന്നെ പറയരുത്. പൊതുവെ എന്താണ് ആ ഒരു പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയിട്ടാണ് തരുന്നത്. സോ അങ്ങനെ തരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഓണൊന്ന് തപ്പിയാൽ മതി. മലയാളത്തിലാണെങ്കിൽ ഇന്ന് അവസാനം ഉണ്ടോന്ന് തപ്പിയാൽ മതി. ഞാൻ ജസ്റ്റ് പഠിച്ചു വയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സോ ഡാരോണ്, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ, ഈ 3 പേർക്കാണ് ഇത്തവണ 2024 നൊബേൽ സമ്മാനം സാമ്പത്തികം എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചത്. ഇങ്ങനെ മാത്രം ഡയറക്റ്റ്ലി മാത്രമാണോ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്? അല്ല. എന്ത് കാരണത്താലാണ്, എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് നൊബേൽ സമ്മാനം നൽകിയെന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അതായത് സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് ഇവർ നടത്തിയുള്ള പഠനം. അതായത് ഓരോ രാജ്യങ്ങളുടെ എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലേ, ആ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് രാജ്യത്തിന്റെ പ്രോസ്പെരിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ചിട്ട്, ആ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് വരും, രാജ്യത്തിന്റെ വികസനം, മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാ തലത്തിലും വരുന്നുണ്ടോ എന്ന് നടത്തിയ പഠനത്തിനാണ് ഈ ഒരു അവാർഡ് അവർക്ക് നൽകപ്പെട്ടത്. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന മറ്റൊരു പാറ്റേൺ ആണ്, ഇപ്പം PSC ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണല്ലേ. ഡയറക്റ്റ് എന്താണ് പേര് ചോദിക്കാതെ ഈ പേരൊക്കെ തന്നിട്ട് അവർക്ക് നൽകാനുള്ള റീസൺ എന്താണെന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇത്തവണ നൊബേൽ സമ്മാനം നൽകിയത്. ഇന്നോവേറ്റീവ് റിസർച്ച് അബൌട്ട് വാട്ട് എഫക്ട്സ് കൺട്രീസ് എക്കണോമിക് പ്രോസ്പെരിറ്റി ഇൻ ലോങ് റൺ, അതാണ് ഇവിടെ വന്നത്. യൂറോപ്യൻ കോളനി വാഴ്ചക്കാർ സ്ഥാപിച്ച രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ ഡാരൻ, സൈമൺ, അതുപോലെ റോബിൻസൺ എന്നിവർ സ്ഥാപനങ്ങളും സമൃദ്ധിയും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചതായിട്ട് നൊബേൽ പുരസ്കാര സമിതി വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് അവാർഡും നൽകിയത്. ഇവിടെ 3 പേര് പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ എന്തിനാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചത്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെച്ചാൽ ഈ ഒരു ഭാഗം സെറ്റാണ്. നെക്സ്റ്റ് എന്താണ്? ഹർമൻപ്രീത് സിംഗ് ബിക്കം മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ഇൻ ഹോക്കി ഇന്ത്യ ലീഗ് ഓപ്ഷൻ. റീസെൻ്റ് ആയിട്ട് നമ്മുടെ IPL ഓപ്ഷനൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ. IPL മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ആയിട്ട് ഋഷഭ് പന്തൊക്കെ മാറിയ കാര്യമൊക്കെ നമുക്കറിയാം. സോ IPL ചോദിക്കാതെ, IPL ചോദിച്ചാൽ ആരും പറയുന്ന PSCക്കും അറിയാം. അതുകൊണ്ടെന്നാണ് ഒരു ട്വിസ്റ്റിന് IPL ചോദിക്കാതെ ഹോക്കി ഇന്ത്യ ലീഗ്, ഹോക്കി നമ്മുടെ പ്രധാനപ്പെട്ട കായിക വിനോദമാണല്ലേ. സോ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാലോ എന്നൊരു ഐഡിയ PSCക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഹോക്കി ഇന്ത്യ ലീഗ് ഓപ്ഷനിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ആരായിരുന്നു, ഏത് ക്ലബ്ബാണ് സ്വന്തമാക്കിയത് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ നമുക്ക് വന്നേക്കാം. ആരാണ്? നമ്മുടെ ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹർമൻപ്രീത് സിംഗ് ആണ്. ഹർമൻപ്രീത് സിംഗ് ആണ് ഇത്തരത്തിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ആയിട്ട് മാറിയത്. IPL പോലെ കോടിക്കണക്കിന് രൂപയൊന്നുമില്ല, 78 ലക്ഷം രൂപയാണ്. ഓക്കെ, IPL ഒക്കെ ആണെങ്കിൽ 27 കോടിയൊക്കെ ആണല്ലേ. ഹോക്കിയും IPL ഒന്നാമത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും വരുമാനം വരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ IPL സീസണിൽ BCCയുടെ ലാഭം മാത്രം ഏതാണ്ട് 28,000 കോടി രൂപ എങ്ങാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത്രയും വരുമാനമൊന്നും ഹോക്കിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. ഇവിടെ ടോപ്പ് ബൈ എന്ന് പറഞ്ഞ 78 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ബിക്കം ദ മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ഓഫ് ഹോക്കി ഇന്ത്യ ലീഗ് പ്ലെയർ ഓഫ് ഓപ്ഷൻ ആഫ്റ്റർ സൂർമ ഹോക്കി ക്ലബ് സൈൻഡ് ഹിം for 78 lakh for the upcoming season. The most recent championship of Hockey India League, Kalinka Lancers, who won the tournament in
2017 അവസാനമായിട്ടൊരു ഹോക്കി ഇന്ത്യ ലീഗ് നടന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. 7 വർഷങ്ങൾക്ക് മുൻപാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. ഇപ്പം 2025 പറയുമ്പോൾ 8 2024 പോയിന്റ് ഓഫിൽ നിന്ന് നോക്കുമ്പോൾ 7 വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായിട്ട് ടൂർണമെന്റ് നടന്നത്. അതിൽ കലിംഗ ലാൻസേഴ്സ് ആയിരുന്നു വിജയിച്ചത്. ചിലപ്പം 2017 തന്നിട്ട് എന്താണ് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് ചോദ്യം വരാം. അപ്പോൾ എന്താണ് കിളി പാറേണ്ട 2017 ഒക്കെ കറണ്ട് അഫെയറിൽ എവിടുന്ന് വന്നു എന്ന് ആലോചിക്കേണ്ട. ഇങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ചിട്ടായിരിക്കും അവർ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അല്ലാതെ അവർക്ക് തോന്നിയതുപോലെ ഏതെങ്കിലും വർഷം ചോദിക്കത്തില്ല. എന്തെങ്കിലും ഒരു കണക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും. ഇപ്പൊ തന്നെ 2017 ഹോക്കി ഇന്ത്യ ലീഗിന്റെ വിജയികൾ ആരാണെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ എന്താണ് അവിടെ പകച്ചു നിൽക്കില്ല അല്ലേ? കാരണം എന്താണ് നമ്മുടെ ഈ ഒരു എക്സ്പെൻസീവ് ബൈ പറയുമ്പോൾ നെക്സ്റ്റ് എഡിഷൻ വരാൻ വേണ്ടി പോവുകയാണ്. സോ കഴിഞ്ഞ എഡിഷൻ നമ്മൾ പഠിക്കണം എന്നൊരു ബോധ്യം നമുക്ക് വന്നിട്ടുണ്ട്. 7 years later ഹോക്കി ഇന്ത്യ ലീഗ് വാസ് റിവൈവ്ഡ് വിത്ത് 2024-25 എഡിഷൻ. 2024-25 എഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 28 തൊട്ടിട്ട് ഫെബ്രുവരി 1 എവിടെ വെച്ച് നടക്കുന്നതെന്ന് വെച്ചാൽ മെൻസ് ടൂർണമെന്റ് റൂർക്കലിയിലും വുമൻസ് ടൂർണമെന്റ് റാഞ്ചിയിലുമായിട്ടാണ് നടക്കുന്നത്. സോ ഇതൊക്കെ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. എവിടെയാണ് ഇതിന്റെ വെന്യൂ, എവിടെയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ്? ചീഫ് ജസ്റ്റിസ് ഇന്ത്യ ചന്ദ്രചൂഡ് നോമിനേറ്റ്സ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആസ് ഹിസ് സക്സസർ. 100 101% ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. എന്തായാലും വരും. നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലേ. പ്രത്യേകിച്ച് ഞാൻ അവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഒന്നുകിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ, അല്ലെങ്കിൽ വുമൺ കമ്മീഷൻ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, ഇതുപോലുള്ള പ്രധാനപ്പെട്ട ബോഡികളുടെ തലപ്പത്തേക്ക് പുതിയ ആളുകൾ വരുമ്പോൾ അത് പരീക്ഷയ്ക്ക് എന്താണ് കൃത്യമായിട്ട് എണ്ണി അവർ ചോദിക്കാറുണ്ട്. സോ വേറെ ഡൗട്ടൊന്നും വേണ്ട. ഉറപ്പായിട്ടും വരാൻ വേണ്ടി പോകുന്ന ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമാണ്. ബട്ട് അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സഞ്ജീവ് ഖന്ന, സഞ്ജയ് മൂർത്തി, അങ്ങനെ ഒരുപാട് സിമിലർ പേരുകൾ അവിടെ ഉണ്ടാവും. ഓപ്ഷൻ എ തന്നിട്ട് ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് ദ 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എ എന്ത് കൊടുക്കും? ജസ്റ്റിസ് സഞ്ജയ് മൂർത്തി അങ്ങ് കൊടുക്കും. അദ്ദേഹം ജസ്റ്റിസ് അല്ല, ആ രീതിയിൽ സഞ്ജയ് മൂർത്തി എന്ന രീതിയിൽ അവിടെ അങ്ങ് കൊടുക്കും അല്ലേ. നമ്മൾ ചാടിക്കറി എന്ത് ചെയ്യും? ഓപ്ഷൻ എ അവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് വീട്ടിലെത്തിയിട്ട് നോക്കുന്ന സമയത്ത് സഞ്ജയ് മൂർത്തി, സഞ്ജീവ് ഖന്ന ആരായിരുന്നു എന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും അല്ലേ. എന്നിട്ട് വീട്ടിലെത്തിയിട്ടൊന്ന് ഈ പറയുന്ന OMR അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആൻസർ കീ ഒക്കെ പ്രൊവിഷനിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി തെറ്റിപ്പോയോ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇതേ നമ്മൾ കൊണ്ടുപോയിട്ട് കറപ്പിച്ചത് എന്താണ്? സഞ്ജീവ് ഖന്നയ്ക്ക് പകരം സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജീവ് ഖന്ന ചിരിച്ചുകൊണ്ട് ഓപ്ഷൻ ബിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേ. സോ അവിടെ എന്താണ് നമുക്കൊരു മാർക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ഒന്നിലധികം പേരുകൾ, ഒരേപോലത്തെ പേരുകൾ ഒന്നിലധികം ഓപ്ഷനായിട്ട് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വായിച്ച് മാത്രം ഉത്തരം എഴുതുക. നമുക്കുള്ളൊരു ട്രാപ്പായിരിക്കും. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആര് വന്നു? DY ചന്ദ്രചൂഡിന് ശേഷം സഞ്ജീവ് ഖന്ന. ഓൾറെഡി അദ്ദേഹത്തിന്റെ നിയമനവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബട്ട് അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ടെന്യൂർ 2025 മെയ് 13 അവസാനിക്കും. കാരണം അദ്ദേഹത്തിന്റെ ആ റിട്ടയർമെന്റ് ഏജ് 2025 മെയ് 13 ആവും. സോ 2025 മെയ്യിൽ വീണ്ടും നമ്മൾ എന്താണ് മാറ്റി പഠിക്കേണ്ടതായിട്ട് വരും. എന്തായാലും നമ്മുടെ എക്സാം മാർച്ച്, ഏപ്രിൽ, ആ ഒരു ഏപ്രിൽ സമയത്തൊക്കെയാണ് നമ്മൾ എന്താണ് ഏപ്രിൽ മെയ് സമയത്തൊക്കെയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. സോ അതിനൊക്കെ എന്തായാലും ഈ ഒരു ചോദ്യം തന്നെയായിരിക്കും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം തന്നെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡ് ഹാസ് നെയ്മഡ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദ സെക്കൻഡ് മോസ്റ്റ് സീനിയർ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ആസ് ഹിസ് സക്സസർ ഇൻ എ ലെറ്റർ ടു ദ യൂണിയൻ ലോ മിനിസ്ട്രി. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം എന്താണ് അവിടെ അവരുടെ ഏത് കോർട്ടായി കഴിഞ്ഞാലും അവിടെ ഒരു ഇലക്ഷൻ സമ്പ്രദായം വന്നു അല്ലേ. ബട്ട് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇലക്ഷൻ സമ്പ്രദായമല്ല, നോമിനേഷൻ പോലുള്ള പരിപാടിയാണ്. ഇവൻ ടോപ്പ് മോസ്റ്റ് കോർട്ടിന്റെ ടോപ്പ് മോസ്റ്റ് ജഡ്ജ് ആണെങ്കിൽ പോലും അവിടെ ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്യുക അല്ലേ. കഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു DY ചന്ദ്രചൂഡ്. അദ്ദേഹത്തിന്റെ അദ്ദേഹം കഴിഞ്ഞ ആളുടെ 2ാം സ്ഥാനക്കാരനായിട്ടുള്ള സഞ്ജീവ് ഖന്നയുടെ പേരെന്താണ്? യൂണിയൻ ലോ മിനിസ്ട്രിക്ക് കത്തയച്ചു അല്ലേ. ഇദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് ആക്കണം എന്ന രീതിയിൽ സീനിയർ മോസ്റ്റ് മെമ്പർ എന്താണ് ചീഫ് ജസ്റ്റിസ് ആക്കുന്ന പരിപാടി നമ്മുടെ ഇന്ത്യയിലുണ്ട്. എപ്പോഴും നടന്നിട്ടുള്ള ചില സമയങ്ങളിൽ 2 സീനിയർ മോസ്റ്റ് വ്യക്തികൾ ഉണ്ടായിട്ട് 3ാമത്തെ വ്യക്തിയൊക്കെ വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. സോ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. പൊതുവെ ഇന്ത്യയിൽ എന്താണ് സീനിയർ മോസ്റ്റ് ജഡ്ജാണ് ഇന്ത്യയിൽ പൊതുവെ ഈ പറയുന്നതുപോലെ ചീഫ് ജസ്റ്റിസ് ആവുന്നത്. അതൊരിക്കലും നിയമത്താൽ എഴുതപ്പെട്ട കാര്യമൊന്നുമില്ല. അത് നടന്നു വരുന്നൊരു നടപടിക്രമമാണ്. നാട്ടു നടപ്പെന്നൊക്കെ പറയുന്ന പോലെയുള്ള പരിപാടിയാണ്. സോ മറ്റൊരു രീതിയിൽ ചോദ്യം വരാം. ഹു അമംഗ് ദ ഫോളോയിങ് ഇസ് ദ 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് വരാം അല്ലേ. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിക്കാതെ 51ാമത്. മുൻപൊക്കെ PSC ഒക്കെ ഇതുപോലെ ചോദിക്കുന്ന സമയത്ത് ഹു അമംഗ് ദ ഫോളോയിങ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ എന്താണ് അവർ ചോദ്യം തന്ന
പീരീഡ് ഉണ്ടല്ലോ, ആ സമയത്തിനിടയ്ക്ക് ചീഫ് ജസ്റ്റിസ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷനേക്ക് പോകുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും, ഈ നമ്പർ തരും, അല്ലെങ്കിൽ ആസ് ഓഫ് 2024 നവംബർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തരും. സോ കൃത്യമായിട്ട് തരുന്നത് കൊണ്ട് അവിടെ ഒരു എറർ സംഭവിക്കത്തില്ല അല്ലേ. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ഒരേ ഒരാളെ ഉണ്ടാകത്തുള്ളൂ, അത് മാറത്തേ ഇല്ല, അതെപ്പോഴും ഒരേ ഒരാളാണ് 51ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി വരുന്ന ആളെന്താണ്, 52ാമത്തെ ആയിരിക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിൽ ബി ദ 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഹി വിൽ ഹാവ് ടെന്യൂർ 6 months, 6 മാസം മാത്രമേ ഇദ്ദേഹത്തിന് ടെന്യൂർ ഉള്ളൂ. 2025 മെയ് 13 ഇദ്ദേഹത്തിന് ടെന്യൂർ അവസാനിക്കും. ജസ്റ്റിസ് ഖന്ന വാസ് എലിവേറ്റഡ് ആസ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓൺ 18 ജനുവരി 2019. 2019 ജനുവരി 12 സുപ്രീം കോടതി ജഡ്ജായിട്ട് ഇദ്ദേഹം അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം 5 വർഷം കഴിഞ്ഞു ഇദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ട്. ആർട്ടിക്കിൾ 370 ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370 നിലനിർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ബെഞ്ചിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സംസ്ഥാനത്തിന് പോലും ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആവാതെ അധികാരത്തിലേക്ക് വന്നൊരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. സാധാരണയായിട്ട് നമ്മൾ എന്താണ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നോക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്ന രീതിയിൽ നോക്കൂ അല്ലേ. സോ ആ ഒരു രീതിയിലല്ലാതെ വന്നൊരു വ്യക്തി കൂടിയാണ്. വളരെ കുറച്ച് പേര് അങ്ങനെ വന്നിട്ടുള്ളൂ, അങ്ങനെ വന്ന വ്യക്തി കൂടിയാണ്. ഹി വാസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ദാറ്റ് upheld changes to Article 317 Jammu and Kashmir. He is among the few who are elevated to the Supreme Court even before becoming Chief Justice of any High Court. Okay, ആ ഒരു പ്രത്യേകത കൂടെ അവിടെ ഉണ്ട്, അതൊന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്, കാസിരംഗ നേംഡ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്ബ്. എന്താണ് കാര്യം, നംദഫ നാഷണൽ പാർക്ക് കേട്ടില്ലേ നിങ്ങൾ അരുണാചൽ പ്രദേശിൽ. ആ അരുണാചൽ പ്രദേശിൽ നംദഫ നാഷണൽ പാർക്കിന് ശേഷം അസമിൻ്റെ കാസിരംഗൻ, ഓക്കെ, കാസിരംഗൻ്റെ മനസ്സോസമാണെന്ന രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും ആ ഒരു കാര്യങ്ങളൊക്കെ. കാസിരംഗിലെ മനസ് നാഷണൽ പാർക്കും കാസിരംഗ നാഷണൽ പാർക്കും മനസ് നാഷണൽ പാർക്കും എന്താണ്, ഞാൻ ഇവിടെ നിന്ന് എഴുതി തരാം. നമ്മൾ പറയുന്നത് എന്താണ്, കാസിരംഗൻ്റെ മനസ്സ് ഓസമാണല്ലേ, ഓസം. കാസിരംഗ നാഷണൽ പാർക്ക്, മനസ് നാഷണൽ പാർക്ക് എവിടെയാണ്, അസമാണ്. ഓസം അസം, ആ രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. കാസിരംഗ മനസ്സ് രണ്ടും അസമിലാണ്. പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ചോദ്യമാണ്, മുൻപ് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കോഡാണ്, ജസ്റ്റ് പറഞ്ഞു നിന്ന് മാത്രമേ ഉള്ളൂ. അസംസ് കാസിരംഗ നാഷണൽ പാർക്ക് ഫേമസ് ഫോർ ദ 1 horned റൈനോ പോപ്പുലേഷൻ. സ്ഥിരം വരുന്ന PSCയുടെ ഒരു ചോദ്യമാണ്, 1 horned റൈനോസിനെ നിങ്ങൾക്ക് എവിടെ കാണാൻ വേണ്ടി സാധിക്കും എന്ന് ചോദിക്കാറുണ്ട്. കാസിരംഗ നാഷണൽ പാർക്കിലാണ്. ഹാസ് ഓൾസോ ഏൺ ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീങ് ദ സെക്കൻഡ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്ബ് ആഫ്റ്റർ നംദഫ നാഷണൽ പാർക്ക് ഇൻ അരുണാചൽ പ്രദേശ്. അതും PSCയുടെ ചോദ്യമാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. നംദഫ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യമാണ്. കാസിരംഗ അസമിലും അതുപോലെ നംദഫ എന്താണ്, അരുണാചൽ പ്രദേശ്. നമുക്കിത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ഞാൻ ഉണ്ടാക്കിയ കോഡാണ്. നമ്മൾ പറയില്ലേ നാം എന്ന് പറയുമ്പോൾ എന്താണ്, ഹിന്ദിയിൽ നാം എന്ന് പറഞ്ഞാൽ എന്താണ്, പേരല്ലേ. പേര് അരുൺ എന്ന രീതിയിൽ പറഞ്ഞാൽ മതി. എന്താണ് നാം, നംദഫ നാം, തുമാര നാം ക്യാ ഹേ എന്നൊക്കെ നമ്മൾ പറയല്ലേ. അതുപോലെ നാം ചോദിച്ചാൽ എന്താണ്, അരുൺ എന്ന് പറഞ്ഞാൽ മതി. ഈ നിങ്ങളുടെ പേര് അരുൺ അല്ലെങ്കിലും പ്രശ്നമില്ല, എൻ്റെ പേര് അരുൺ എന്നല്ല. സോ നാം ചോദിച്ചാൽ അരുൺ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ജസ്റ്റ് പഠിച്ചു വയ്ക്കാൻ വേണ്ടി കോഡ് ആവശ്യമുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരുന്നതാണ്. എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ള കോഡുകൾ പറഞ്ഞതാണ്. ഇതൊക്കെ അവിടെ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. കാസിരംഗ നാഷണൽ പാർക്ക് ഇസ് എ നാഷണൽ പാർക്ക് ഹോസ്റ്റ് 2/3 ഓഫ് ദ വേൾഡ്സ് ഇന്ത്യൻ റൈനോസസ്. ലോകത്തുള്ള ഇന്ത്യൻ റൈനോസസിൻ്റെ 2/3, 2/3 എന്താണ് ഈ പറയുന്ന കാസിരംഗ നാഷണൽ പാർക്കിലാണ്. 1985 വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഏത് വർഷമാണ് കാസിരംഗ നാഷണൽ പാർക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, 1 horned റൈനോസ് തന്നെയാണ് മെയിൻ കാരണം. ടൈഗേഴ്സും എലിഫൻറ്റും പാന്തേഴ്സും ബിയേഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആന, പുലി എല്ലാം ഉണ്ട് അവിടെ അല്ലേ. സോ ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. ആന, പുലി, കരടി എല്ലാം ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി പുല്ലമ്പാറ കേരളത്തിനുള്ള ഏക പുരസ്കാരം. എന്താണ് കാര്യം, റീസെൻ്റ് ആയിട്ട് നമ്മുടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം എന്താണ്, ഇന്ത്യയിലുള്ള ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭരണ വിഭാഗങ്ങൾക്കൊക്കെ അവാർഡുകൾ നൽകി ആദരിച്ചു അല്ലേ. അങ്ങനെ അവാർഡ് നൽകിയ സമയത്ത് ഒഡീഷ മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിന് ഒരേ ഒരു അവാർഡാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചത്, അത് പുല്ലമ്പാറയാണ്. ഓക്കെ, പുല്ലമ്പാറയ്ക്കാണ് ഈ ഒരു അവാർഡ്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്തിനാണ് ഇത്തരത്തിൽ ജലസംരക്ഷണ പുരസ്കാരത്തിൽ കേരളത്തിൽ ഒരു അവാർഡ് ലഭിച്ചത്. ചോദ്യം വരും, 2024 കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജലസംരക്ഷണ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കേരളത്തിലെ ഏത് പ്രദേശത്തിനാണ്, ഏത് പഞ്ചായത്തിനാണ്
അംഗീകാരം ലഭിച്ചത് പുല്ലമ്പാറ പഞ്ചായത്താണ് അല്ലേ. 2023 24 പ്രഖ്യാപിച്ചത്. ഞാൻ 24 എന്ന് പറഞ്ഞു പോയിട്ടൊന്നും അറിയില്ല. 2024 പ്രഖ്യാപിച്ചു, 2023 ഇനി 2024 2025 എൻഡിലാണ് വരിക. ദേശീയ ജല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അല്ലെ. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്ത് ഏതാണ്? ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ ഏക പുരസ്കാരമാണ്. കേരളത്തിൽ ഇത് ലഭിച്ച ഏക പുരസ്കാരമാണ്. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജലസംരക്ഷണ പദ്ധതികളാണ് പഞ്ചായത്തിന് സമ്മാനം നേടിക്കൊടുത്തത്. രാജ്യത്തെ മികച്ച ജലസംരക്ഷണ മാതൃകൾക്ക് കേന്ദ്ര ജലശക്തി മന്ത്രാലയം നൽകുന്ന പുരസ്കാരം കൂടിയാണ് ഈ പറഞ്ഞ ജലസംരക്ഷണ പുരസ്കാരം വരുന്നത്. ഇനി സംസ്ഥാനങ്ങളുടെ വിഭാഗമാണ് ചോദിക്കുന്നതെങ്കിൽ ഏത് സ്റ്റേറ്റിനാണ് ഒന്നാം സ്ഥാനം എന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. ഓക്കെ, ഒഡീഷ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനത്തും പുതുച്ചേരി അതുപോലെ ഗുജറാത്ത് മൂന്നാം സ്ഥാനവും പങ്കിട്ടു. ഓർഡറിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒഡീഷ നമുക്ക് പറയാം, അതുപോലെ UP നമുക്ക് പറയാം, അതുപോലെ തന്നെ പുതുച്ചേരി ഈക്വൽ ടു ഗുജറാത്ത് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഓർഡറിൽ ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. കേരള PSC എന്താണ് കേരള സ്പെസിഫിക് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച പഞ്ചായത്ത് ചോദിച്ചാൽ പുല്ലമ്പാറ, തിരുവനന്തപുരത്തെ പുല്ലമ്പാറ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് എന്താണ്? ICC ഹാൾ ഓഫ് ഫെയിം. ICC എന്താണ്? ഹാൾ ഓഫ് ഫെയിം ഇതുവരെയുള്ള മികച്ച ക്രിക്കറ്റ് താരങ്ങളെ ഓരോ വർഷവും തിരഞ്ഞെടുക്കാറുണ്ട് അല്ലേ. സോ ഹാൾ ഓഫ് ഫെയിമിൽ 3 പേര് വന്നിട്ടുണ്ട്. അതിൽ ഒരു ഇന്ത്യക്കാരിയുണ്ട്. ആദ്യമായിട്ടൊന്നുമല്ല ഒരു ഇന്ത്യക്കാരി ICC ഹാൾ ഓഫ് ഫെയിമിൽ വരുന്നത്. ഇതിനു മുൻപ് ഒരു ഇന്ത്യക്കാരി കൂടെ വന്നിട്ടുണ്ട്. ബട്ട് ഇത്തവണ ഒരു ഇന്ത്യക്കാരി ഉള്ളത് കൊണ്ട് നമുക്ക് പഠിക്കണം. നമുക്ക് ഒരിക്കലും ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരി എന്നല്ല, ബട്ട് ഇന്ത്യക്കാരി ഉള്ളത് കൊണ്ട് നമുക്ക് പേര് പഠിക്കണം. ആരാണ് ആ ഇന്ത്യക്കാരി? നീതു ഡേവിഡ് ആണല്ലേ. ഇനി ഇതിനു മുൻപ് ഇന്ത്യക്കാരി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായുള്ള ഡയാനയാണ്. ഡയാന എദുൽജിയാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ട വനിത, ആദ്യത്തെ വനിത എന്ന് നമുക്ക് പറയാം ഡയാന എദുൽജിയാണ് ഇത്തരത്തിൽ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ആദ്യ ഇന്ത്യൻ വനിത. രണ്ടാമതായിട്ട് നീതു ഡേവിഡും തിരഞ്ഞെടുക്കപ്പെട്ടു. സോ നീതു ഡേവിഡിന്റെ പേര് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. ഇനി നീതു ഡേവിഡിനെ കൂടാതെ ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റനായുള്ള അലസ്റ്റർ കുക്ക്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ മുൻ പ്ലെയർ ആയുള്ള 360 എന്നൊക്കെ അറിയപ്പെടുന്ന മിസ്റ്റർ 360 എന്നൊക്കെ അറിയപ്പെടുന്ന AB ഡിവില്ലിയേഴ്സ് ഉണ്ട് അല്ലെ. ABD എന്നൊക്കെ പറയും. AB ഡിവില്ലിയേഴ്സ് ആണ്. ഫോമർ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ അലസ്റ്റർ കുക്ക്, ഫോമർ സൗത്ത് ആഫ്രിക്കൻ സ്കിപ്പർ, വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റനൊക്കെയാണ് AB ഡിവില്ലിയേഴ്സ്. ആൻഡ് ഇന്ത്യസ് വുമൺ ക്രിക്കറ്റ് ഗ്രേറ്റ് നീതു ഡേവിഡ് വെർ ഇൻഡക്റ്റഡ് ഇൻ ടു ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഹാൾ ഓഫ് ഫെയിം. ICCയുടെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ടു. ദ ICC ഹാൾ ഓഫ് ഫെയിം വാസ് ലോഞ്ച്ഡ് ഇൻ 2009 ആസ് എ പാർട്ട് ഓഫ് ദ ക്രിക്കറ്റ് ബോഡീസ് സെന്റിനറി സെലിബ്രേഷൻ ടു സെലിബ്രേറ്റ് ദ ലെജൻഡ്സ് ഓഫ് ദ ഗെയിം. ക്രിക്കറ്റിന്റെ ഇതിഹാസങ്ങളെ ആദരിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ICC ഹാൾ ഓഫ് ദ ഫെയിം വന്നത്. നീതു ഡേവിഡ് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ടേക്ക് 100 വിക്കറ്റ് ഇൻ 1 ഡേ ഇന്റർനാഷണൽ. അന്താരാഷ്ട്ര ODI മത്സരങ്ങളിൽ 100 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് നീതു ഡേവിഡ്. ഫോമർ ക്യാപ്റ്റൻ ഡയാന എദുൽജി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഇൻ ICC ഹാൾ ഓഫ് ഫെയിം ഇൻഡക്റ്റഡ് ലാസ്റ്റ് ഇയർ. 2022 അവാർഡ് 2023 വന്നപ്പോൾ ആരാണ് ഈ പറഞ്ഞ ഡയാനക്ക് ഇടം നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതിയായുള്ള ഈ മോചൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. ചോദ്യം വരാം, കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയും മൊബൈൽ ഫോൺ അഡിക്ഷനിൽ നിന്നും എന്താണ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ക്ലിനിക്കുകളുടെ അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ പേരെന്താണ്? ഈ മോചനം എന്നാണ് അല്ലേ. നമുക്കറിയാം ഈ ഒരു തലമുറയിൽ പ്രായഭേദമില്ലാതെ കുട്ടികളായാലും മുതിർന്നവരായാലും ഈ പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും എല്ലാവരും എന്താണ് ഒരു പരിധിവരെ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആണ്. ബട്ട് നമുക്ക് എന്നാലും ഒരു പരിധിവരെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാം നമ്മുടെ കാര്യങ്ങൾ മെയിൻ കാര്യങ്ങൾ മാറ്റിവെച്ച് പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. ബട്ട് കുട്ടികളുടെ പ്രശ്നം എന്താണ്? കുട്ടികൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ. പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് മുതലേ ബോറിംഗ് ആയുള്ള വേറെ പരിപാടിയില്ല. സോ അതിൽ നിന്നാണ് ഒരു ആശ്രയം എന്ന രീതിയിൽ മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, മാനസികപരമായിട്ടൊക്കെ കുട്ടികൾക്ക് പ്രശ്നം വരും, അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കണ്ണുകൾക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. സോ ഈ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ഗെയിമൊക്കെ കളിച്ചിട്ട് എന്താണ് മാതാപിതാക്കൾ അറിയാതെ ഗെയിമൊക്കെ കളിച്ചിട്ട് മാതാപിതാക്കളുടെ ആ ഒരു പണവും കാര്യങ്ങളൊക്കെ സൈബർ ലോകം വഴി നഷ്ടപ്പെടുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലേ. അതുപോലെ പല കുട്ടികളും മൊബൈൽ ഫോൺ കിട്ടാതായി കഴിഞ്ഞാൽ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഈ മോചൻ എന്ന് പറഞ്ഞ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നത്. ചോദ്യം വരാം, ഈ മോചൻ എന്ന് പറഞ്ഞ ക്ലിനിക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ്. തിരിച്ചും ചോദിക്കാം, ഇങ്ങനെയുള്ള പദ്ധതിയുടെ പേരെന്താണ്? ഈ മോചൻ എന്നാണ്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഡാന ചുഴലിക്കാറ്റ്. സൈക്ലോൺ അല്ലെങ്കിൽ ആ ഒരു ചുഴലിക്കാറ്റുണ്ടല്ലോ,
റീസെൻ്റ് ആയിട്ട് 2024 ഒക്ടോബർ നവംബർ മാസത്തിൽ ഒഡീഷയിലും അതുപോലെ പശ്ചിമ ബംഗാളിലും വൻ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന. ചോദ്യം വരാം, ഡാന ചുഴലിക്കാറ്റ് എവിടെയൊക്കെയാണ് ആഞ്ഞു വീശിയെന്ന് ചോദിച്ചാൽ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും അല്ലേ. കഴിഞ്ഞ PSC പരീക്ഷയ്ക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ അങ്ങ് ചോദ്യം വന്നു, എന്താണ് ഈ ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഇവിടെ നിന്നാണ് ഫോം ചെയ്തത്, ഇത് ഇന്ന ഡേറ്റിനാണ് ഫോം ചെയ്തത്, ഇത് ഇന്ന ഡേറ്റിനാണ് അവസാനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷനിൽ കണ്ടു അല്ലേ. സോ അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. 2024 ഒക്ടോബർ 22 ഈ പറഞ്ഞ ഡാന ചുഴലിക്കാറ്റ് ഫോം ചെയ്തത്. 2024 ഒക്ടോബർ 22 ഡാന ചുഴലിക്കാറ്റ് ഫോം ചെയ്തു. ദ തേർഡ് സൈക്ലോണിക് സ്റ്റോം ആൻഡ് സെക്കൻഡ് സിവിയർ സൈക്ലോണിക് സ്റ്റോം ഓഫ് 2024 നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ സൈക്ലോൺ സീസൺ. 2024 നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ സൈക്ലോൺ സീസണിൽ മൂന്നാമത്തെ സൈക്ലോണും അതിൽ തന്നെ എന്താണ് രണ്ടാമത്തെ സിവിയർ സൈക്ലോണിക് സ്റ്റോം കൂടിയാണ് ഡാന. സോ ഡാന എന്ന് പറയുന്ന പേര് കണ്ടാൽ ഒഡീഷയും അതുപോലെ പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്തു വെച്ചാൽ മതി. ഡാനയെ കണ്ടാൽ തന്നെ ഉടനെ ഓടിയാൽ മതി. ഓക്കെ, ഒഡീഷ എന്ന രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റായി ലുവോങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തെരഞ്ഞെടുത്തു. എന്താണ്, വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് ലുവോങ് കുവോങ്. പലപ്പോഴും SSC ഒക്കെയാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര നിയമനങ്ങൾ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററിനൊക്കെ ചോദിക്കാറുള്ളത്. PSC ചോദിക്കില്ല എന്നൊന്നും പറയുന്നില്ല, PSC ബുള്ളറ്റിൽ എടുത്തു പറഞ്ഞതുകൊണ്ട് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റായിട്ട് റീസെൻ്റ് ആയിട്ട് ആരെയാണ് നിയമിച്ചത്, ലുവോങ് കുവോങ്. നല്ല പേരാണല്ലേ, ലുവോങ് കുവോങ്. പ്രാസ് ഒപ്പിച്ച് നമുക്ക് അവിടെ പഠിച്ചു വയ്ക്കാൻ വേണ്ടി സാധിക്കും. വിയറ്റ്നാം വി ലുവോങ് കുവോങ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, എന്താണ് വി ലുവോങ് കുവോങ്, VLK എന്നങ്ങാണ്ട് ഷോർട്ടാക്കിയിട്ട് പഠിച്ചാൽ മതി. വിയറ്റ്നാമിൻ്റെ ലുവോങ് കുവോങ് എന്ന രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്, വിജയ കിഷോർ റത്കർ അപ്പോയിന്റ് ആസ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. അതെ, വീണ്ടും 101 വേണ്ട, നേരത്തെ ഞാൻ 101 പറഞ്ഞല്ലോ, 102% നമുക്ക് മേടിക്കാം. ഇതുവരെ രേഖാശർമ്മ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഇതുവരെ 2024 തന്നെ എനിക്ക് തോന്നുന്നു 2-3 പരീക്ഷകൾക്ക് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അന്നൊക്കെ രേഖാശർമ്മയായിരുന്നു അല്ലേ. നമ്മുടെ ഓപ്ഷൻ ഉണ്ടാകുന്ന കാര്യം എന്താണ്, രേഖാശർമ്മയാണ്. പലപ്പോഴും നമ്മൾ കാണുമ്പം ഇത് പഴയ ഫാക്റ്റ് അല്ലേ, രേഖാശർമ്മ മാറിയോ എന്ന് ആലോചിക്കാറില്ലേ. ബട്ട് അന്ന് വരെ രേഖാശർമ്മ മാറിയിട്ടില്ല. ബട്ട് ഇപ്പോൾ ഒഫീഷ്യലി നവംബർ മാസത്തിലെ കറണ്ട് അഫെയർ പ്രകാരം രേഖാശർമ്മ മാറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് എ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന് ചോദിച്ചാൽ രേഖാശർമ്മയെ കണ്ടാൽ മൈൻഡ് ആക്കാൻ വേണ്ടി നിൽക്കണ്ട. മൈൻഡ് ആക്കി കഴിഞ്ഞ് 1 മാർക്ക് രേഖാശർമ്മ കൊണ്ടുപോകും. രേഖാശർമ്മയല്ല, ആരാണ്, വിജയ കിഷോറാണല്ലേ. വിജയ കിഷോർ റത്കറാണ് ഇത്തരത്തിൽ നിയമിക്കപ്പെട്ടത്. വളരെ 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 പ്രധാനപ്പെട്ട അപ്പോയിൻമെൻ്റ് ആണ്. PSCയുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ PSCക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഒന്ന് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, ഒന്ന് ചീഫ് ജസ്റ്റിസ്, RBI ഗവർണർ, അതൊക്കെ മാറിയിട്ടുണ്ട്. RBI ഗവർണർ, അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ്റെ എന്താണ് ചെയർപേഴ്സൺ, ഇതൊക്കെ PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളാണ്. സോ തീർച്ചയായിട്ടും PSC ഫേവറേറ്റ് ചോദ്യം മാറിയതുകൊണ്ട് വീണ്ടും പുതിയ ചോദ്യങ്ങളായിട്ട് PSC വരും. വിജയ് കിഷോർ റാത്കർ ഹാസ് ബീൻ അപ്പോയിൻഡ് ആസ് എ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, NCW അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ വുമണിൻ്റെ തലപ്പത്തേക്ക് ആര് വന്നു, വിജയ് കിഷോർ റാത്കർ വന്നു. നമ്മുടെ സ്റ്റേറ്റിൽ ആരാണ്, P. സതീദേവി തന്നെയാണ് അല്ലേ. ഷീ വിൽ ബി ദ 9th ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. അല്ലാതെ ഈ ഒരു വർഷം ഡേറ്റ് ചോദിക്കാതെ 9ാമത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ രേഖാശർമ്മ കണ്ട എഴുതരുത്. 9ാമത്തെ ചെയർപേഴ്സൺ ആരാണ്, ഈ പറയുന്ന വിജയ് കിഷോർ ആണല്ലേ. 8ാമത്തെ ചെയർപേഴ്സൺ ആയിട്ടുള്ള രേഖാശർമ്മയിൽ നിന്നും 9ാമത്തെ ചെയർപേഴ്സൺ ആയിട്ടുള്ള വിജയ് കിഷോർ അധികാരത്തിലേക്ക് വന്നു. എന്നാൽ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ മാറ്റമൊന്നുമില്ല, ആരാണ്, ജയന്തി പട്നായിക് ആണല്ലേ. ജയന്തി പട്നായിക് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. അതിപ്പോഴും ചോദിക്കാറുണ്ട്, ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. ദ അപ്പോയിൻമെന്റ് മെയ്ഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990 ഫോർ ദ 3-year ടേം ഓർ അണ്ടിൽ രത്നാകർ അല്ലെങ്കിൽ വിജയ് കിഷോർ റീച്ചസ് ദ ഏജ് ഓഫ് 65 വിച്ച് എവർ ഒക്കേഴ്സ് ഫസ്റ്റ്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ടെന്യൂറാണ്. അതായത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ചെയർപേഴ്സൻ്റെ ടെന്യൂർ ഒന്നുകിൽ 3 വർഷം ആ വ്യക്തിക്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് 65 വയസ്സ് വരെ, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ടെന്യൂറായിട്ട് വരത്തുള്ളൂ. ഒന്നെങ്കിൽ 3 വർഷം വരാം അല്ലേ, അല്ലെങ്കിൽ എന്താണ് 65 വയസ്സ് വരുന്നത് വരെ ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ആ ഒരു ടെന്യൂറും കാര്യങ്ങളും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ is an autonomous and statutory body established in 1992. 1992 അധികാരത്തിൽ വന്ന നിയമത്താൽ സ്ഥാപിക്കപ്പെട്ട സ്വയംഭരണാധികാരമുള്ള ബോഡിയാണ്. ഓട്ടോണോമസ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്വയംഭരണാധികാരമാണ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, നിയമത്താൽ സ്ഥാപിതമായ ബോഡിയാണ് അല്ലേ. 1992 അധികാരം വന്നു. ഏത് ആക്ടിന്റെ പിൻബലത്തിലാണ്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് 1990യുടെ പിൻബലത്തിലാണ്. എന്തിനാണ് വന്നത്, ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് വുമൺസ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. സ്ത്രീകളുടെ അവകാശങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കാനും പ്രൊമോട്ട് ചെയ്യാനുമാണ് വന്നത്. ദ നാഷണൽ കമ്മീഷൻ ഫോർ
വുമൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ചെയർപേഴ്സൺ. ആരൊക്കെയുണ്ട്? ഒരു ചെയർപേഴ്സൺ ഉണ്ട്, ആൻഡ് എ മെമ്പർ സെക്രട്ടറി, ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്, അതുപോലെ 5 മെമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ. ഒരു ചെയർപേഴ്സൺ, ഒരു മെമ്പർ സെക്രട്ടറി, 5 മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇവരൊക്കെ നോമിനേറ്റ് ചെയ്യുന്നവരാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇനി ഫസ്റ്റ് ഹെഡ്, ഈ ഒരു കമ്മീഷന്റെ ആദ്യത്തെ ഹെഡ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജയന്തി പട്നായിക്കാണ്. സംശയമൊന്നും വേണ്ട, ജയന്തി പട്നായിക്ക് തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്? ബാലദേവി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു സ്കോർ 50 ഇന്റർനാഷണൽ ഗോൾസ്. നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന പേരെന്തായിരിക്കും? സുനിൽ ഛേത്രി ആയിരിക്കും അല്ലേ. സുനിൽ ഛേത്രി ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന പേര്. ബട്ട് സുനിൽ ഛേത്രി എന്താണ്? മെൻസിലാണ്, പുരുഷന്മാരിലാണ്. ഇത്തരത്തിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു വനിത ഇന്റർനാഷണൽ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് 50 ഗോൾസ് സ്വന്തമാക്കുന്നത്. ആരാണത്? ബാലാദേവിയാണ്. പേര് പഠിച്ചു വെച്ചോ. പേരിൽ ബാല എന്നൊക്കെ ഉണ്ടെങ്കിലും ആളെന്താണ്? നല്ല ഫുട്ബോൾ പ്ലെയർ ആണല്ലേ. ബാലാദേവിയാണ്. ബാലാദേവി ബിക്കംസ് എ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു സ്കോർ 50 ഇന്റർനാഷണൽ ഗോൾ. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് 50 ഗോൾസ് സ്വന്തമാക്കി ആദ്യ വനിതാ താരമായിട്ട് ആര് മാറി? ബാലാദേവി മാറി. ഇങ്ങനെ 50 ഗോളൊക്കെ അടിച്ചു കൂട്ടിയത് കൊണ്ടൊരു വിളിപ്പേര് കൂടെയുണ്ട്, ഗോൾ മെഷീൻ എന്ന വിളിപ്പേര് കൂടെയുണ്ട്. ബാലാദേവി പോപ്പുലർലി നോൺ ആസ് ഇന്ത്യസ് ഗോൾ മെഷീൻ അച്ചീവ്ഡ് ദിസ് മൈൽ സ്റ്റോൺ ഡ്യൂറിംഗ് 2024 സാഫ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. 2024 പാകിസ്ഥാനെതിരായുള്ള സാഫ് വുമൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലാണ് തൻ്റെ 50ാമത്തെ ഇന്റർനാഷണൽ ഗോള് ബാലാദേവി സ്വന്തമാക്കിയത്. ഇനി സാഫ് വുമൺ ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ച് നടന്നു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതുകൂടെ നമുക്ക് ഇവിടെ പഠിച്ചു വയ്ക്കാം. കാഠ്മണ്ഡുവിലാണ്, നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ വെച്ചിട്ട് ഒക്ടോബർ 17 തൊട്ടിട്ട് ഒക്ടോബർ 30 വരെയായിരുന്നു നടന്നത്. അതുകൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കണം. ഇനി മെൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്താണ്? India's captain Sunil Chhetri stands as India's all-time top goal scorer and stands fourth in the list of most prolific goal scorer in international cricket. ടോട്ടൽ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഇല്ല, അവരൊക്കെയുള്ള ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 4ാം സ്ഥാനമുണ്ട്. 94 ഗോളുകളാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ സുനിൽ ഛേത്രി ഇന്ത്യക്ക് വേണ്ടിയിട്ട് അടിച്ചു കൂട്ടിയത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തേക്കണം. സോ 2 പേരുകളിലെ മെൻസിൽ നമ്മൾ പഠിക്കേണ്ട പേര് സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിക്ക് 94ഓളം ഗോളുകളുണ്ട്. ഇനി വുമൻസിൽ നമ്മൾ പഠിക്കേണ്ട ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഇതിഹാസമാരാണ്? ബാലാദേവിയാണ്. ആ 2 പേര് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ 1 മാർക്ക് സുഖമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പോരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരം ലോക്സഭ അംഗം NK പ്രേമചന്ദ്രന് ലഭിച്ചു അല്ലെ. മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് ഏതാണ്? TM ജേക്കബ് സ്മാരക പുരസ്കാരമാണ് അല്ലെ. TM ജേക്കബ് മെമ്മോറിയൽ അവാർഡാണ്. സോ മികച്ച പാർലമെന്റേറിയനായിട്ട് അത്തരത്തിൽ ആരെ തെരഞ്ഞെടുത്തു? NK പ്രേമചന്ദ്രനെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളൊന്നും ഓർത്തു വെച്ചാൽ മതി. 1 മാർക്കിന് ഡയറക്റ്റ് ചോദ്യം വരും. ഹൂ അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് പാർലമെന്റേറിയൻ ആൻഡ് വോൺ TM ജേക്കബ് മെമ്മോറിയൽ പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? NK പ്രേമചന്ദ്രനാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായിട്ട് മാറി അല്ലേ. റീസെൻ്റ് ആയിട്ട് നടന്ന 2024 ഒക്ടോബർ നവംബർ മാസത്തിൽ നടന്ന കണക്കെടുപ്പ് പ്രകാരം ലോകത്തെ ഏറ്റവും വായു മലിനീകരണം നേരിടുന്ന ആ ഒരു സിറ്റിയായിട്ട് പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായുള്ള ലാഹോർ മാറി. ഇന്ത്യയിലും പിന്നോട്ടൊന്നുമല്ല, ഡൽഹിയൊക്കെ ലീഡിങ് തന്നെയാണ്. ബട്ട് ഇത്തവണ ആര് കയറി വന്നു? ലാഹോർ കയറി വന്നു. ദേ ഈ ഒരു ഫിഗറിലൊക്കെ കാണാമല്ലേ, നമുക്ക് കണ്ണുപോലും കാണാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. അത്രത്തോളം പൊല്യൂഷനാണ് അവിടെ. സോ ഓൾറെഡി എന്താണ്, UN വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ബോഡികൾ ക്ലൈമറ്റ് ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ പോലുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായുള്ള ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണം അനുഭവപ്പെടുന്ന നഗരമായിട്ട് മാറി. ലാഹോർ ഹാസ് വൺസ് അഗെയിൻ സെക്യൂർഡ് ദ grim title of the most polluted city globally with the air quality index soaring to a staggering 708. 708 എന്ന് പറയുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ് റാങ്ക് ആണ് ലാഹോറിന് ലഭിച്ചത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്ത് ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായിട്ട് പ്രഖ്യാപിച്ചു. എന്താണ് കാര്യം? മലയൻ കീഴിലുള്ള മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് എന്താണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായിട്ട് പ്രഖ്യാപിച്ചു അല്ലെ. എന്താണ് ഭരണഘടനാ സാക്ഷരത അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേറ്റ് ക്യാമ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു ക്യാമ്പസിന് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്കായുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവയർനെസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് എന്ന് പറയുമ്പോൾ പ്രിയാമ്പിൾ പോലുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ, പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്, പ്രധാനപ്പെട്ട ഷെഡ്യൂൾ, പാർട്ട്, ഇതിനെക്കുറിച്ചൊക്കെ ബേസിക്കായുള്ള അവയർനെസ് അവർക്കുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് അവർക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് ഏതായിരുന്നു? കൊല്ലം ജില്ലയാണല്ലേ. 1-2 വർഷം എടുത്തിട്ട് ഒരുപാട് ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ട് അവിടെ കൊല്ലത്ത് എന്താണ് ഭരണഘടനാ സാക്ഷരതയെക്കുറിച്ച് കൃത്യമുള്ള അവയർനെസ് ആ ഒരു ജില്ലയിലെ നിവാസികൾക്ക് നൽകിയല്ലേ. അതോടുകൂടി എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായിട്ട് കൊല്ലം മാറിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ അല്ല, ഇത് നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേറ്റ് ക്യാമ്പസ് ഏതാണ്? മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ്. മലയിൻകീഴ് മാധവകവി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയിൻകീഴ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് എ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേറ്റ് ക്യാമ്പസ് ഇൻ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേറ്റ് ക്യാമ്പസ് അല്ലെങ്കിൽ ഭരണഘടനാ സാക്ഷരത ക്യാമ്പസ് ആയിട്ട് മലയിൻകീഴ് മാധവകവി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് തെരഞ്ഞെടുത്ത. ഒരു മാർക്കിന് ആ ഒരു ചോദ്യം നമുക്ക് വന്നേക്കാം. അടുത്ത എന്താണ്? ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തിന്റെ ദയാവതം എന്ന നോവലിന് ലഭിച്ചു അല്ലേ. 2024 പ്രഖ്യാപിച്ച ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം. ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് 1 മാർക്കിന് വരാറുണ്ട്. ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാര മാർക്ക് ലഭിച്ചു സന്ധ്യ ജയേഷ്, അല്ലെങ്കിൽ സന്ധ്യ ജയേഷ് ഫുള്ള് പറഞ്ഞാൽ പുളിമാത്തിന് ലഭിച്ചു. ഇനി എന്താണ് അവരുടെ നോവൽ? എന്താണ്? ദയാവതം. ഇത് പല രീതിയിൽ ചോദ്യം വരാം. ഒന്നുകിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആർക്കാണ് 2024 ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം ലഭിച്ചെന്ന് ചോദിക്കാം, സന്ധ്യ ജയേഷ് ഓപ്ഷനിൽ വരാം. അല്ലെങ്കിൽ ദയാവതം എന്ന് പറയുന്ന നോവല് ആര് രചിച്ചു എന്ന രീതിയിൽ ചോദ്യം വരാം. എങ്ങനെയായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉത്തരം കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് പ്രണബ് ജ്യോത്നാഥിനെ നിയമിച്ചു. എന്താണ് കാര്യം? നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അല്ലെങ്കിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസറായിട്ട് ആരെ തിരഞ്ഞെടുത്തു? പ്രണബ് ജ്യോതിനാഥിനെ തെരഞ്ഞെടുത്തു അല്ലേ. സോ ഒരു പേര് അവിടെ പഠിച്ചു വെച്ചാൽ മതി. സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് ഓഫീസറായിട്ട് ആരെ തെരഞ്ഞെടുത്തു? പ്രണബ് ജ്യോതിനാഥിനെ തെരഞ്ഞെടുത്തു അല്ലേ. ആ ഒരു പേര് നമ്മൾ അവിടെ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? 18th പ്രവാസി ഭാരതീയ ദിവസ് ടു ബി ഹെൽഡ് ഇൻ ഭുവനേശ്വർ, ഒഡീഷ. നമ്മുടെ PSക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് PBD അഥവാ പ്രവാസി ഭാരതീയ ദിവസ്. പ്രവാസി ഭാരതീയ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഐതിഹ്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അത് എന്ന് ആരംഭിച്ചു, അത് കഴിഞ്ഞ വർഷം എവിടെ വെച്ച് നടന്നു, അങ്ങനെ അതിൻ്റെ തീം എന്താണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ PSC പല കാലയളവിലായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ പ്രാധാന്യം, എന്നാണ് അത് ആചരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1915 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ്. അന്ന് എന്താണ് മഹാത്മാഗാന്ധി അതിന് മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പഠനം നടത്താൻ വേണ്ടിയിട്ട്, ലോ അഭ്യസിക്കാൻ വേണ്ടിയിട്ട്, നിയമ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിയമ വിദ്യാഭ്യാസത്തിൻ്റെ വേളയിൽ എന്താണ് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട പോരാട്ടത്തിലേക്ക് തനിക്ക് ഇറങ്ങണമെന്ന് മനസ്സിലാക്കിയിട്ട് മഹാത്മാഗാന്ധി 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. 1915 ജനുവരി 9 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ മഹാത്മാഗാന്ധി ഈ ഒരു ലക്ഷ്യബോധത്തോടു കൂടെ തിരിച്ചു വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ആ ഒരു ദിനം പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. മഹാത്മാഗാന്ധി എന്താണ് ഒരു പ്രവാസി എന്ന രീതിയിലാണല്ലേ. പ്രവാസി എന്ന് പറയുമ്പോൾ എന്താണ് മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്നു. ഇന്ത്യക്കാരൻ എന്താണ് മറ്റൊരു രാജ്യത്ത് ജീവിക്കേണ്ടി വരുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ സൗത്ത് ആഫ്രിക്കയുള്ള തൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് മഹാത്മാഗാന്ധി തിരിച്ചു വന്നു. മഹാത്മാഗാന്ധിയുടെ തിരിച്ചു വരവ് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ പ്രവാസികൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പങ്കാളിത്തം ഉണ്ടല്ലോ, അവർ നൽകുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ, ഓക്കെ സെയിം തന്നെയാണ്, കോൺട്രിബ്യൂഷൻ്റെ പങ്കാളിത്തം ഒന്നാണല്ലേ. അവർ നൽകുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ആ കോൺട്രിബ്യൂഷൻ ഒരു ആദരവ് എന്ന രീതിയിൽ കൂടിയാണ് പ്രവാസി ഭാരതീയ ദിനം നമ്മൾ ആചരിക്കുന്നത്. മഹാത്മാഗാന്ധി ഒരു പ്രവാസി എന്ന രീതിയിൽ തിരിച്ചു വന്നു. അതുപോലെ ഇതുപോലെയുള്ള എല്ലാ പ്രവാസികൾക്കും ആദരവ് എന്ന രീതിയിലാണ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. സോ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, വന്ന ചോദ്യങ്ങളാണ്. പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് എന്തുകൊണ്ട് ആചരിക്കുന്നു, ഏത് വർഷം മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. January 9 commemorate the return of മഹാത്മാഗാന്ധി ഫ്രം സൗത്ത് ആഫ്രിക്ക ടു ഇന്ത്യ 1915. ഇതൊക്കെ വന്ന ചോദ്യമാണ്. 1915 ഏത് ദിവസമാണ് പ്രവാസി ഭാരതീയ ദിവസം എന്ന് ചോദിക്കാറുണ്ട്. ഇനി ഫസ്റ്റ് പ്രവാസി ഭാരതീയ ദിവസം എന്നായിരുന്നു എന്ന് വെച്ചാൽ 2003 ജനുവരി 9 തീയതിയാണ്. 2003 ജനുവരി 9 തീയതിയാണ്
2003 തൊട്ടിട്ട് 2015 വരെ ഓൾമോസ്റ്റ് എല്ലാ വർഷവും അവർ പ്രവാസി ഭാരതീയ ദിവസം ആചരിക്കാറുണ്ടായിരുന്നു. 2003, 2004 ആചരിക്കാറുണ്ടായിരുന്നു. എന്നാൽ 2015 മുതൽ ഒരു സുപ്രധാനമായുള്ള തീരുമാനം എടുത്തു. ഇനി എല്ലാ വർഷവും വേണ്ട, 2 വർഷത്തിലൊരിക്കൽ ബൈനിയലായിട്ട് നടത്തിയാൽ മതി എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 2 വർഷത്തിലൊരിക്കലാണ്. 2025 ഇനി അപ്കമിംഗ് ആയിട്ടുള്ള 18th പ്രവാസി ഭാരതീയ ദിവസം വരുന്നത്. സോ ഇതിന് മുൻപ് എപ്പോഴായിരിക്കും? 2023 നടന്നത്. 17th 2023 ജനുവരിയിലാണ് നടന്നത്. സോ 18th എന്താണ്? 2025 ജനുവരിയിലാണ്. ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഓൾറെഡി ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. Since 2015, under revised format, it has been organized once every 2 years. 17th Pravasi Bharatiya Convention has been organized till date. 17th അല്ല 17, ഇതുവരെ 17. ഇപ്പം നമ്മൾ ഈ കറണ്ട് അഫെയർ പറയുമ്പോൾ 18 ഓൾറെഡി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. 18 ഓക്കെ. 17 ഇതിന് മുൻപ് ഞാൻ ഈ ഒരു കറണ്ട് അഫെയർ ലിങ്ക് ആയിട്ട് പറയുമ്പോൾ 17 എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്, ഓൾറെഡി ഇപ്പം ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ജനുവരി മിഡിലാണ്. സോ തീർച്ചയായിട്ടും ആ ഒരു 18th പ്രവാസി ഭാരതീയ ദിവസം അവിടെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആരുടെ ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആണ് പ്രവാസി ഭാരതീയ ദിവസം അല്ലേ. ദ ഹയസ്റ്റ് ഹോണർ ഗിവൺ ടു ഓവർസീസ് ഇന്ത്യൻ ഇസ് എ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ്. ഒരു ഓവർസീസ് ഇന്ത്യൻ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം എന്താണ്? പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡാണ്. 17ാമത്തെ പ്രവാസി ഭാരതീയ ദിവസം 2023 ജനുവരി 8 തൊട്ടിട്ട് 10 വരെ നടന്നു എന്ന് ഞാൻ പറഞ്ഞു. എവിടെ വെച്ച് നടന്നു എന്ന് ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. ഇൻഡോറിലാണ്, മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. ഓൾറെഡി PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇനി സപ്പോസ് അതൊന്നും ചോദിക്കേണ്ട, അവർക്ക് തീം ചോദിച്ചാൽ മതിയെങ്കിൽ 2023 തീം ഡയാസ്പോറ റിലയബിൾ പാർട്ണർ ഫോർ ഇന്ത്യസ് പ്രോഗ്രസ് ഇൻ അമൃതകാലം എന്നതാണ് 17th പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ തീം. ഇനി 18th പ്രവാസി ഭാരതീയ ദിവസത്തിനെ കുറിച്ചും 2 ചോദ്യം വരും. ഒന്ന് അതിൻ്റെ ആ ഒരു വെന്യൂ, ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് വെന്യൂ. രണ്ടാമത്തത് അതിൻ്റെ തീം ഡയോസ്പോറസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത്. രണ്ടും ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ് കേൾക്കാൻ അല്ലേ. ബട്ട് എല്ലാത്തിനും ഡയാസ്പോറ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഈജിപ്ത് ഡിക്ലെയർഡ് മലേറിയ ഫ്രീ. റീസെൻ്റ് ആയിട്ട് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം മലേറിയ ഫ്രീ ആയിട്ട് മാറി അല്ലേ. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം എന്താണ്? മലേറിയ പരത്തുന്ന ആ ഒരു കൊതുക് ഏതാണ് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. എന്നിട്ട് ഓപ്ഷൻ എന്താണ്? മെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ എന്നൊക്കെ കാണാറുണ്ട് അല്ലേ. സോ എന്താണ്? മലേറിയക്ക് കാരണമാവുന്ന, മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. അതുപോലെ മലേറിയ എന്താണ്? ഒരു പാരസൈറ്റിക് ഡിസീസ് ആണല്ലേ. എന്താണ് മലേറിയ കാരണമാവുന്ന ആ ഒരു പാരസൈറ്റ്? പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണല്ലേ. അതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഒന്ന് PYQ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈജിപ്ത് വാസ് ഡിക്ലെയർഡ് മലേറിയ ഫ്രീ ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓൺ October 20, 2024. 2020 ഒക്ടോബർ മാസത്തിൽ ഏത് രാജ്യമാണ് മലേറിയ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചാൽ അത് ഈജിപ്ത് ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു കേസ് പോലും മലേറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിൽ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഈജിപ്തിനെ മലേറിയ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചത്. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സർട്ടിഫൈഡ് ഈജിപ്ത് ആസ് മലേറിയ ഫ്രീ ആഫ്റ്റർ 3 years ഓഫ് നോ ന്യൂ കേസ് ഓഫ് മലേറിയ. ഈജിപ്ത് ഈസ് 44th കൺട്രി ഗ്ലോബലി ടു ബി സർട്ടിഫൈഡ് മലേറിയ ഫ്രീ. ലോകത്ത് മലേറിയ ഫ്രീ ആയിട്ട് പ്രഖ്യാപിക്കുന്ന 44ാമത്തെ രാജ്യമാണ് ഈജിപ്ത്. ഓക്കെ, 44th കൺട്രി ഗ്ലോബലി ടു ബി സർട്ടിഫൈഡ് മലേറിയ ഫ്രീ ആൻഡ് ദ തേർഡ് ഇൻ ദ WHO ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ റീജിയൻ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ റീജിയനിലെ 3ാമത്തെ രാജ്യം കൂടിയാണ്. ലോകത്ത് മൊത്തം ചോദിച്ച 44ാമത്തെ കൺട്രിയാണ്. എന്നാൽ WHO ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ റീജിയൻ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? 3ാമത്തെ രാജ്യമാണ് അല്ലേ. ജോയിനിങ് യുണൈറ്റഡ് അറബ് എമിറേറ്റ് ആൻഡ് മൊറോക്കോ 2010. അതായത് WHO ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ റീജിയനിൽ 2007 UAEയും 2010 മൊറോക്കോയ്ക്കും ശേഷം 3ാമത്തെ രാജ്യമായിട്ട് ഈജിപ്ത് മാറിയിട്ടുണ്ട്. ഈജിപ്ത് ബിക്കം ദ സെക്കൻഡ് കൺട്രി ഇൻ 2024 കാബോ വെർഡെ ആൻഡ് ദ 5th ആഫ്രിക്കൻ നേഷൻ ടു റിസീവ് ദിസ് സർട്ടിഫിക്കേഷൻ. 2024 ഈജിപ്തിന് ഒറ്റയ്ക്കല്ല. അതുകൊണ്ടാണ് ഞാൻ ഒക്ടോബർ മാസം എന്നൊക്കെ എടുത്തു പറഞ്ഞത്. 2024 ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാലേ നമുക്ക് ഈജിപ്ത് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിന് മുൻപ് 2024 തുടക്കത്തിൽ കാബോ വെർഡെ എന്ന് പറഞ്ഞ രാജ്യം ഇത്തരത്തിൽ മലേറിയ ഫ്രീ ആയിട്ടുണ്ട്. അതുകൂടെ നോർത്ത് വെക്കണം. അതുപോലെ ആഫ്രിക്കൻ നാഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്തിന് മുൻപ് 4 ആഫ്രിക്കൻ നാഷൻസ് ഇതുപോലെ മലേറിയ ഫ്രീ ആയിട്ട് മാറിയിട്ടുണ്ട്. മലേറിയ ഈസ് എ വെക്ടർ ബോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാറ്റ് ഈസ് സ്പ്രെഡ് ബൈ പ്രോട്ടോസോവൻ പാരസൈറ്റ് ഓഫ് ദ ഫാമിലി പ്ലാസ്മോഡിയം. ഓക്കെ, പ്ലാസ്മോഡിയം ഫാമിലിയിൽ വരുന്ന ഒരു പാരസൈറ്റ് ആണ് ഇതിന് കാരണമായിട്ട് മാറുന്നത്. സോറി, പാരസൈറ്റ് അല്ല, പ്രോട്ടോസോ ആണ്. അതായത് പ്രോട്ടോസോയൻ പാരസൈറ്റ് ആണ്. ഓക്കെ, പറഞ്ഞു വന്നപ്പോൾ കൺഫ്യൂഷൻ ആയതാണ്. പ്രോട്ടോസോയാണ് മെയിനായിട്ട് ഇതിന് കാരണമായിട്ട് മാറുന്നത്. പ്രോട്ടോസോയൻ പാരസൈറ്റ് പ്ലാസ്മോഡിയം ഫാമിലിയിലാണ്. ഇനി ഇത് സ്ഥിരം ചോദ്യമാണ്. കാരണമാവുന്ന ആ ഒരു
ജീവി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, അതിൽ ഫീമെയിൽ ഹൈലൈറ്റഡ് ആണ്. പരീക്ഷയ്ക്ക് സ്ഥിരം ഫീമെയിൽ എന്ന് തന്നെ എടുത്ത് പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 16th ബ്രിക്സ് സമ്മിറ്റ്, 16ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ട് അല്ലേ. ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ശ്രീലങ്ക അല്ലേ. ശ്രീലങ്കയാണോ? അല്ല, സൗത്ത് ആഫ്രിക്കയാണ്. ഓക്കെ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ ഒരു 5 രാജ്യങ്ങളാണ് ബ്രിക്സിന്റെ ഭാഗമായിട്ടുള്ളത്. ഇതുവരെ 5 രാജ്യങ്ങളായിരുന്നു. ബട്ട് എന്താണ്? റീസെന്റ് ആയിട്ട് ഒരു 6 രാജ്യങ്ങളെ കൂടി ബ്രിക്സിന്റെ ഭാഗമായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 6 അല്ല 7 ആക്ച്വലി ക്ഷണിച്ചത്. അതിൽ ഒരാൾ അർജന്റീന പറഞ്ഞു ഞങ്ങളില്ല, നിങ്ങൾ വിട്ടു എന്ന രീതിയിൽ അർജന്റീന പറഞ്ഞിട്ട് അർജന്റീന നൈസായിട്ട് പോയിട്ടുണ്ട്. ഇറാൻ, UAE, സൗദി അറേബ്യ, അർജന്റീന, ഈജിപ്ത്, എത്യോപ്യ. ഓക്കെ, 6 7 6 തന്നെയാണ്. ഇറാൻ, UAE, സൗദി അറേബ്യ, അർജന്റീന, ഈജിപ്ത്, എത്യോപ്യ, 6 അല്ലേ. ഓക്കെ, 6 രാജ്യങ്ങളാണ്. അതിൽ നിന്ന് 4 സ്കൂട്ടായി. അതിൽ നിന്ന് അർജന്റീന പറഞ്ഞു ഞങ്ങളില്ലെന്ന് പറഞ്ഞ് അർജന്റീന പോയി, വീണ്ടും 5. അങ്ങനെ 10 രാജ്യങ്ങളാണ് നിലവിൽ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. 2009 ബ്രിക്സ് ആരംഭിക്കുന്ന സമയത്ത് ബ്രിക്സ് ഉണ്ടായിരുന്നത് ബ്രിക്ക് മാത്രമായിരുന്നു. ബ്രിക്ക് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് വരുന്നത്? ബ്രിക്ക് എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈനയാണ്. 2010 അത് ബ്രിക്സ് ആയിട്ട് മാറുന്നത് സൗത്ത് ആഫ്രിക്കയുടെ വരവോടുകൂടെ. 16th ബ്രിക്സ് സമ്മിറ്റ് ആൻഡ് ദ ഫസ്റ്റ് സമ്മിറ്റ് വിത്ത് എക്സ്പാൻഡഡ് ബ്രിക്സ് മെമ്പർഷിപ്പ് വിത്ത് വാസ് ഹെൽഡ് ഇൻ കസാൻ, റഷ്യ. ചോദ്യം വരും, 16ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് എവിടെ വെച്ച് നടന്നു? റഷ്യയിലെ കസാനിൽ വെച്ച് നടന്നു അല്ലേ. കസാൻ ഡിക്ലറേഷൻ ഒക്കെ അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് ഈ ഒരു സമ്മിറ്റിലാണ്. കസാൻ ഡിക്ലറേഷൻ ഒക്കെ അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് എന്തിന്റെ ഭാഗമാണ്? കസാൻ ഡിക്ലറേഷൻ എന്തിന്റെ ഭാഗമായിരുന്നു എന്ന് ചോദിച്ചാൽ 16th ബ്രിക്സ് സമ്മിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. 16th ബ്രിക്സ് സമ്മിറ്റ് ആൻഡ് ദ ഫസ്റ്റ് സമ്മിറ്റ് വിത്ത് എക്സ്പാൻഡഡ് ബ്രിക്സ് മെമ്പർഷിപ്പ് വാസ് ഹെൽഡ് ഇൻ കസാൻ, റഷ്യ. ദ സമ്മിറ്റ് ഈസ് ഹോസ്റ്റഡ് ബൈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ആരായിരിക്കും അതിന് ആതിഥേയത്വം വഹിക്കുന്നത്? റഷ്യയുടെ ഹെഡ് ആയിരിക്കും അല്ലെ, പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ആണ്. ദ തീം ഓഫ് ബ്രിക്സ് സമ്മിറ്റ് 2024 എന്താണ്? സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററലിസം ഫോർ ജസ്റ്റ് ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി എന്നതാണ്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. വൺ ഓഫ് ദ മേജർ ഹൈലൈറ്റ് ഓഫ് ബ്രിക്സ് സമ്മിറ്റ് 2024 എന്താണ്? അഡോപ്ഷൻ ഓഫ് ദ കസാൻ ഡിക്ലറേഷൻ. കസാൻ ഡിക്ലറേഷൻ എന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിർണായക തീരുമാനങ്ങൾ അവരവിടെ എടുത്തിട്ടുണ്ട്. ബ്രിക്സ് in its earlier format brought together 5 major emerging economies. ഏതൊക്കെയാണ്? 5 മേജർ എമേർജിങ് എക്കണോമീസ് ആയുള്ള ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അതിൽ 2009 ബ്രിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2010 സൗത്ത് ആഫ്രിക്ക കടന്നു വന്നു അല്ലേ. ഇൻ 2023 ഡ്യൂറിംഗ് 15th ബ്രിക്സ് സമ്മിറ്റ്, കഴിഞ്ഞ തവണ നടന്ന ബ്രിക്സ് സമ്മിറ്റ് ഉണ്ടല്ലോ, അവിടെ എന്താണ്? ആ ഒരു ബ്രിക്സ് സമ്മിറ്റിൽ 6 പുതിയ രാജ്യങ്ങൾ കൂടെ അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രിക്സ് ക്ഷണിച്ചു. ഏതൊക്കെയാണ്? ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്, സൗദി അറേബ്യ, അർജന്റീന, ഈജിപ്ത്, എത്യോപ്യ. എന്നാൽ അർജന്റീന പറഞ്ഞു ഞങ്ങളില്ല എന്ന രീതിയിൽ അർജന്റീന പറഞ്ഞു. അങ്ങനെ 5 രാജ്യങ്ങളാണ് ഇപ്പം ബ്രിക്സിന്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്ലൈംസ് 125th in ഫിഫ റാങ്കിങ്. പരീക്ഷയ്ക്ക്, നമ്മുടെ PSC പരീക്ഷയ്ക്ക് കഴിഞ്ഞ 2024 തുടക്കത്തിൽ തന്നെ വന്നൊരു ചോദ്യമായിരുന്നു. ഫിഫയിൽ ഇന്ത്യയുടെ റാങ്കിങ് ജനുവരിയിൽ എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചു. സോ ഇവിടെ എന്താണ്? 2024 ഒക്ടോബർ നവംബർ മാസത്തിലെ റാങ്കിങ് പ്രകാരം എന്ന് എടുത്തു പറഞ്ഞാൽ 125 ഓപ്ഷൻ ഉണ്ടോ എന്ന് തപ്പുക, അതാണ് ഉത്തരം. ലേറ്റസ്റ്റ് വന്ന റാങ്കിങ് ആണിത്. പിന്നെ റാങ്കിങ് മാറി വന്നിട്ടില്ല. സോ ഇപ്പം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്താണ്? ഈ ഒരു അപ്ഡേറ്റ് മാറുന്നതിന് വരെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഉത്തരം പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ റാങ്കിങ് എത്രാമതാണ്? 125ാമതാണ്. ഇന്ത്യ ക്ലൈംഡ് 1 place, 126ാമത് ഉണ്ടായിരുന്ന ഇന്ത്യ 125ാമതിലേക്ക് ഒക്ടോബർ നവംബർ മാസത്തിൽ എത്തിയിട്ടുണ്ട്. ഇൻ ദ ഒഫീഷ്യൽ റാങ്കിങ് റിലീസ്ഡ് ബൈ ദ വേൾഡ് ഫുട്ബോൾ ഗവേണിംഗ് ബോഡി ഫിഫ. ഫിഫ എന്ന് പറയുന്ന ഫുട്ബോൾ ഗവേണിംഗ് ബോഡിയാണ് ഈ റാങ്കിങ് റിലീസ് ചെയ്തത്. വേൾഡ് ചാമ്പ്യൻ അർജന്റീന മെയിൻറ്റെയിൻസ് its top spot, while France, യൂറോപ്യൻ ചാമ്പ്യൻ സ്പെയിൻ, ഇംഗ്ലണ്ട് ഓക്കുപ്പൈ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് പൊസിഷൻ. 1ാം സ്ഥാനം അർജന്റീന നിലനിർത്തി, 2ാം സ്ഥാനം ഫ്രാൻസ്, 3ാം സ്ഥാനം സ്പെയിന്, 4ാം സ്ഥാനം ഇംഗ്ലണ്ടുമാണ് 2024 ഒക്ടോബർ നവംബർ മാസത്തിൽ വന്ന റിപ്പോർട്ട് പ്രകാരമുള്ളത്. ഇന്ത്യ വോൺ 2 ഗോൾഡ് മെഡൽ അറ്റ് 1951 and 62 ഏഷ്യൻ ഗെയിംസ്. ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ എന്താണ് 1951 62 ഭാഗമായിട്ടുണ്ട്. ബട്ട് എന്താണ് ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പലപ്പോഴും എന്താണ് നിർഭാഗ്യവശാൽ ഇന്ത്യക്ക് കളിക്കാൻ വേണ്ടി സാധിക്കാറുണ്ടായിരുന്നില്ല. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. നെക്സ്റ്റ് എന്താണ്? വനിത 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിന് ലഭിച്ചു. ആർക്കാണ് വനിത 2020 ക്രിക്കറ്റ് ലോക കിരീടം ലഭിച്ചത്? ന്യൂസിലാൻഡ് ലഭിച്ചു. ദക്ഷിണാഫ്രിക്ക സൗത്ത് ആഫ്രിക്കയെ 32 തകർത്തിട്ട് ന്യൂസിലാൻഡ് കപ്പ് ഉയർത്തി. സോ അവിടെ നിന്ന് ഓർത്തു വയ്ക്കുക, ആരായിരുന്നു 2024 ICC വുമൺസ് T20 വേൾഡ് കപ്പിന്റെ വിജയികൾ എന്ന് ചോദിച്ചാൽ ന്യൂസിലാൻഡാണ്. ഇനി ആരായിരുന്നു റണ്ണറപ്പ് എന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്ക ആയിരുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിപ്പോവാതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ,
നെക്സ്റ്റ് എന്താണ്? സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ത്രേ ഇനിയസ്റ്റ വിരമിച്ചു. ആന്ത്രേ ഇനിയസ്റ്റ താഴെ പറഞ്ഞ ഏത് കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എന്തുണ്ടാവും? ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, ടെന്നീസ് എന്നൊക്കെ പറഞ്ഞു തരും അല്ലേ. അദ്ദേഹം എന്താണ്? അദ്ദേഹം ഫുട്ബോൾ താരമാണ്. ഇനി ആന്ത്രേ ഇനിയസ്റ്റ ഏത് രാജ്യക്കാരനായിരുന്നു എന്നും ചോദ്യം വരാം. സ്പെയിൻകാരനാണ് അല്ലേ. ആന്ത്രേ ഇനിയസ്റ്റ എന്ന് പറയുന്നത് സ്പെയിൻകാരനാണ്. അദ്ദേഹം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട താരമാണ്. അതൊക്കെ അവിടെ നമ്മളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇന്ത്യൻ വുമൺ ഹോക്കി ലെജൻഡ് റാണി റാംപാൽ അനൗൺസസ് റിട്ടയർമെന്റ്. റീസെൻ്റ് ആയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി നമ്മൾ ഓൾറെഡി ആന്ത്രേ ഇനിയസ്റ്റ പറഞ്ഞു. ബട്ട് അദ്ദേഹം എന്താണ്? ഒരു അന്താരാഷ്ട്ര താരമായിരുന്നു, അല്ലെങ്കിൽ വേറൊരു രാജ്യ താരമായിരുന്നു. റാണി റാംപാൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ താരമാണ്. ഇന്ത്യൻ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന, ഒരുപാട് അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് റാണി റാംപാൽ. ഇത്തരത്തിലുള്ള റാണി റാംപാൽ തൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അത് പരീക്ഷകൾക്ക് എണ്ണി ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. സോ ആദ്യത്തെ ചോദ്യം എന്ത് വരാം? റാണി റാംപാൽ താഴെ പറഞ്ഞ ഏത് കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണല്ലേ. സോ റാണി റാംപാലിൻ്റെ നേട്ടങ്ങൾ, ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, പത്മശ്രീ, അതുപോലെ തന്നെ കംബാക്ക് ഓഫ് ദി ഇയർ അവാർഡൊക്കെ, അങ്ങനെ ഒരുപാട് അവാർഡ് നൽകിയിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. ഫോമർ ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ, മുൻ ഹോക്കി ക്യാപ്റ്റൻ ആയിരുന്നു റാണി റാംപാൽ. അനൗൺസ്ഡ് ഹെർ റിട്ടയർമെൻറ്റ് ആസ് എ പ്ലെയർ ഓൺ എൻഡിങ് 16 ഇയർ കരിയർ. 16 വർഷമായിട്ട് ഈ പറയുന്ന ഹോക്കി മേഖലയിൽ ഉണ്ടായിരുന്ന റാണി റാംപാൽ തൻ്റെ സേവനം അവസാനിപ്പിച്ചിട്ടുണ്ട്. She her debut at 16-year-old in 2008 at Olympic qualifiers in Kazan, making her youngest woman to represent Indian hockey at a senior level. തൻ്റെ 14ാമത്തെ വയസ്സിൽ 2008 കസാനിൽ നടന്ന ആ ഒരു ഒളിമ്പിക് ക്വാളിഫയേഴ്സിലാണ് ആദ്യമായിട്ട് റാണി റാംപാൽ ഹോക്കിയിലേക്ക് നാഷണൽ ലെവലിൽ വരുന്നത്, സീനിയർ ടീമിൽ വരുന്നത്. സോ ആ രീതിയിൽ 14ാമത്തെ വയസ്സിൽ ഇത്രയും നേട്ടം സ്വന്തമാക്കിയ യങ്ങസ്റ്റ് താരം കൂടിയായിരുന്നു ആ ഒരു കാലയളവിൽ. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഇൻ ഹോണർ ഓഫ് റാണി റാംപാൽസ് റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ഹോക്കി ഇന്ത്യ റിട്ടയർ ദ ഐക്കോണിക് 28 ജേഴ്സി ലേറ്റർ ഇൻ ദ ഡേ. അതായത് റാണി റാംപാലിൻ്റെ ജേഴ്സി നമ്പർ 28 സോ അവർക്കുള്ള ആദരവ് എന്ന രീതിയിൽ 28 എന്ന് പറഞ്ഞ ആ ഒരു ജേഴ്സി നമ്പർ ഇനി ആർക്കും നൽകില്ല. ക്രിക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ സച്ചിൻ്റെ 10ാം നമ്പർ ജേഴ്സി, മഹേന്ദ്ര സിംഗ് ധോണിയുടെ 7ാം നമ്പർ ജേഴ്സി, ഇതൊക്കെ എന്താണ്? റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആർക്കും നൽകില്ല എന്ന തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഷീ ഹാസ് ബീൻ നെയ്മഡ് ഫോർ FICCI കംബാക്ക് ഓഫ് ദി ഇയർ അവാർഡ് 2014. 2014 FICCI കംബാക്ക് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2020 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2020 തന്നെ പത്മശ്രീ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. സോ കറണ്ട് അഫെയർ ലിങ്ക് ചെയ്തിട്ട് റാണി റാംപാലിൻ്റെ പേര് കണ്ടാൽ ഇതൊക്കെ നമ്മൾ അവിടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്ന രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. USA, അതുപോലെ മെക്സിക്കോ, അതുപോലെ കാനഡ, ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് അപ്കമിംഗ് ആയിട്ട് അടുത്ത വർഷം നടക്കാൻ വേണ്ടി പോകുന്നത്. 2030 പ്രഖ്യാപിച്ചു, 2034 പ്രഖ്യാപിച്ചു. 2034 നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ. സോ 2026 ലോകകപ്പ് ഫുട്ബോൾ എവിടെയാണ്? USA, കാനഡ, മെക്സിക്കോ. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ 2-ലധികം രാജ്യങ്ങളിൽ വെച്ചിട്ട് ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നടത്തുന്നത്. ഓൾറെഡി പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദ്യം വന്നുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എന്താണ് 102-103% എന്നൊന്നും പറയണ്ടല്ലോ, ഉറപ്പായിട്ട് വരുമെന്ന് നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് എന്താണ്? 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് സിംബാബ്വെ ഗാസിയക്കെതിരെ 120, ഗാസിയല്ല, ഗാംബിയാണ്. ഓക്കെ, ഗാംബിയാണ്. അവരുടെ ആ ഒരു പുസ്തകത്ത് കൊടുത്ത സമയത്ത്, അല്ലെങ്കിൽ ബുള്ളറ്റിന് കൊടുത്ത സമയത്ത് തെറ്റായി കൊടുത്തായിരിക്കും. ഗാംബിയക്കാണ് എന്നാണ് എഴുതിയത്. ഇങ്ങനെയായിരുന്നു എഴുതേണ്ടത്. ഗാംബിയക്കെതിരെ 120 പന്തിൽ 344 റൺ നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. 120 പന്ത് എന്ന് പറയുന്നത് 20 ഓവറിലെ. അതായത് ICC അംഗീകരിച്ച ഒരു നേഷൻ ഇത്തരത്തിൽ 2020 ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ സിംബാബ്വെ സ്വന്തമാക്കി. ഇതുവരെ എന്താണ്? നേപ്പാളായിരുന്നു ഈ ഒരു നേട്ടം ഉണ്ടായിരുന്നത്. ഇതുവരെ ഒരു നേട്ടം ഉണ്ടായിരുന്നത് 314. ഇനി ടെസ്റ്റ് അഫിലിയേറ്റഡ് നാഷൻ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ടെസ്റ്റ് അഫിലിയേറ്റഡ് നാഷൻ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയാണ്. ഇപ്പോഴും ഇന്ത്യ തന്നെയാണ്. ടെസ്റ്റ് അഫിലിയേറ്റഡ് നാഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്. 297 റണ്ണാണ് വരുന്നത്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലാണ് പറഞ്ഞത്. അല്ലാതെ സിംബാബ്വെ ടെസ്റ്റ് കളിക്കില്ല എന്നല്ല. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ICC എന്താണ്? ICCയുടെ ആനുവൽ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യ തന്നെയാണ്. മറ്റു രാജ്യം 297 എന്ന് പറഞ്ഞ റണ്ണ് മറികടന്നിട്ടുള്ള. നേപ്പാളിന്റെ പേരിൽ എന്താണ്? T20 ക്രിക്കറ്റ്, T20 ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ നേപ്പാൾ ഇതുവരെ ഉണ്ടായിരുന്നു. സിംബാബ്വെ അതിപ്പം മറികടന്നിട്ടുള്ള. ഗാംബിയെ എന്താണ്? 344 റണ്ണ് അടിച്ചിട്ടാണ് സിംബാബ്വെ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഓക്കെ, അതുകൂടെ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? ബാലൻ ഡിയോർ 2024 2024
ബലൻഡിയോർ ഫുട്ബോൾ പുരസ്കാരം പ്രഖ്യാപിച്ചു അല്ലെ. 68ാമത്തെ ബലൻഡിയോർ പുരസ്കാരമായിരുന്നു റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ആർക്കൊക്കെ ലഭിച്ചു എന്ന് വെച്ചാൽ സ്പാനിഷ് ഫുട്ബോളറായിട്ടുള്ള റോഡ്രിക്കും അതുപോലെ എയ്താന ബോനമതി. എയ്താന ബോനമതിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എയ്താന ബോനമതി 2023 സ്വന്തമാക്കിയിട്ടുണ്ട്. ബട്ട് റോഡ്രി ആദ്യമായിട്ടാണ്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സ്പാനിഷ് ഫുട്ബോളർ എന്ന് പറഞ്ഞു അല്ലേ. ആദ്യമായിട്ടാണ് ഒരേ രാജ്യത്തിലുള്ള മെയിലിനും ഫീമെയിലിനും ഈ പറയുന്ന ബലൻഡിയോർ ലഭിക്കുന്നത്. സാധാരണ മെയിൽ ഒരു രാജ്യം, ഫീമെയിൽ മറ്റൊരു രാജ്യം എന്ന രീതിയിലാണ് ലഭിക്കാറുള്ളത്. എന്നാൽ സ്പെയിനിൻ്റെ തന്നെ റോഡ്രിക്കും എയ്താന ബോനമതിക്കും 2024 ബലൻഡിയോർ പുരസ്കാരം ലഭിച്ചതോടുകൂടെ ഒരേ രാജ്യത്തെ 2 വ്യക്തികൾക്ക് ബലൻഡിയോർ ലഭിക്കുന്ന ആ ഒരു അപൂർവ നേട്ടം ആദ്യമായിട്ട് കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് 2 പേർക്കും സാധിച്ചു. ദ 2024 ബലൻഡിയോർ വാസ് 68th ആനുവൽ സെറിമണി ഓഫ് ബലൻഡിയോർ. സ്പാനിഷ് ഫുട്ബോളർ റോഡ്രി ആൻഡ് Aitana Bonamadi won the Ballon d'Or Award 2024 for the Best Male and Female Football Player, respectively. Manchester City's Rodri won his first Ballon d'Or, becoming the first Spanish male player since 1960 to claim the men's award. അതായത് 1960 ശേഷം ആദ്യമായിട്ടാണ് ഒരു സ്പാനിഷ് മെയിൽ പ്ലെയർ ഇത്തരത്തിൽ Ballon d'Or പുരസ്കാരം നേടുന്നത്. ഫീമെയിൽ റീസെന്റ് 2018-19 കാലയളവിലാണ് ഫീമെയിൽ പുരസ്കാരം വരാൻ വേണ്ടി തുടങ്ങിയത്. സോ ഫീമെയിൽ നമ്മൾ അത്രയും പിറകോട് നോക്കേണ്ട. ഓൾറെഡി ഐതാന ബോനമതി കഴിഞ്ഞ തവണ 2023 സ്വന്തമാക്കിയിട്ടുണ്ട്. 1960 ശേഷം ആദ്യമായിട്ടാണ് ഒരു സ്പാനിഷ് മെയിൽ പ്ലെയർ ഇത്തരത്തിൽ ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കുന്നത്. FC ബാഴ്സലോണസ് ഐതാന ബോനമതി റീറ്റെയിൻ ഹെർ Ballon d'Or ടൈറ്റിൽ ഇൻ വുമൻസ് ഫുട്ബോൾ. ഓൾറെഡി 2023 ഉണ്ടായിരുന്നു. ഇവരുടെ ഫുട്ബോൾ ക്ലബ്ബാണ് പറഞ്ഞത്. രാജ്യം സ്പെയിനാണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫോർ ദ ഫസ്റ്റ് ടൈം ബോത്ത് മെൻസ് ആൻഡ് വുമൺ Ballon d'Or വെർ awarded to player for the same country. അതും മറ്റൊരെന്താണ് പ്രധാനപ്പെട്ട ഫാക്റ്റാണ്. ലയണൽ മെസ്സി ഹോൾഡ് ദ റെക്കോർഡ് ഫോർ ദ മോസ്റ്റ് Ballon d'Or award having won 8 times. 8 തവണ വിജയിച്ചു അല്ലേ. 2023 അവസാനമായിട്ട് നേടി. 2009, 10, 11, 12 അവിടെ എന്താണ് 4 തവണ തുടർച്ചയായിട്ട് നേടി. അത് കഴിഞ്ഞിട്ട് 15, 19, 21, 23. എന്നാൽ മോസ്റ്റ് നോമിനേഷൻ ചോദിച്ചാൽ അത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി മികച്ച പുരുഷ താരം നമ്മൾ പറഞ്ഞു സ്പെയിനിൻ്റെ റോഡ്രി ആണെന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മികച്ച വനിതാ താരം ചോദിച്ചാൽ ഐതാന ബോനമതിയാണ്. സ്പെയിൻ തന്നെയാണ്. മികച്ച പരിശീലകൻ കാർലോ ആൻസലോത്തിയാണ്, റയൽ മാഡ്രിഡിൻ്റെയാണ്. അതുപോലെ മികച്ച പരിശീലക അല്ലെങ്കിൽ വനിതാ പരിശീലക എമ്മ ഹയേസ് ആണ്, US വനിതാ ടീമിൻ്റെയാണ്. മികച്ച യുവതാരം ലാമിൻ യമാലാണ്, സ്പെയിൻകാരൻ തന്നെയാണ്. ടോപ്പ് സ്കോറർ ചോദിച്ചാൽ കിലിയൻ എംബാവെയാണ്. അതുപോലെ ഹാരി കെയ്ൻ, 2 പേരുണ്ട്, കിലിയൻ എംബാവയും ഹാരി കെയ്നും. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ്, അർജന്റീനക്കാരനാണ്. അതുപോലെ കാരുണ്യ പ്രവർത്തനമുള്ള പുരസ്കാരം ചോദിച്ചാൽ ജെന്നിഫർ ഹെർമോസോ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡും മികച്ച വനിതാ ടീം ബാഴ്സലോണയുമാണ്. അതുകൂടെ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് റൈറ്റേഴ്സ് വില്ലേജ് ഓപ്പൺ ഇൻ ഡെറാഡൂൺ. എന്താണ് കാര്യം? ഇന്ത്യയിൽ ആദ്യത്തെ റൈറ്റേഴ്സ് വില്ലേജ് അല്ലെങ്കിൽ എഴുത്തുകാരുടെ വില്ലേജ് ആദ്യമായിട്ട് ഇവിടെ വന്നു, ഡെറാഡൂണിൽ ഓപ്പൺ ചെയ്യപ്പെട്ടു അല്ലേ. ഇന്ത്യസ് ഫസ്റ്റ് റൈറ്റേഴ്സ് വില്ലേജ് വാസ് ഇനോഗ്രേറ്റഡ് ഇൻ ഡെറാഡൂൺ ഓൺ October 25th, 2024. This unique village is located in താനോ വില്ലേജ്. ഡെറാഡൂണിലെ താനോ വില്ലേജിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു ഐഡിയ ആയിരുന്നു ഇത്തരത്തിൽ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൈറ്റേഴ്സ് വില്ലേജ്, സാഹിത്യകാരന്മാർക്കൊക്കെ വേണ്ടിയിട്ടൊരു വില്ലേജ് വേണമെന്നത്. ആ ഒരു ആശയത്തിൽ നിന്നാണ് പിന്നീട് എന്താണ് ഇത്തരത്തിൽ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നത്. ദിസ് യുണീക്ക് വില്ലേജ് എയിംസ് ടു ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊവൈഡ് എ ന്യൂട്രിങ് എൻവയോൺമെന്റ് ഫോർ writers from across the country, establishing Dehradun as new cultural hub for literary talent. The idea inspired by former PM Adal Bihari Vajpayee concerned about writers recognition. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ശ്രീ രവിശങ്കർ ഹോണർഡ് വിത്ത് ഫിജിസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ. എന്താണ് കാര്യം? റീസെൻ്റ് ആയിട്ട് ഫിജിയുടെ ഹയസ്റ്റ് സിവിലിയൻ ഹോണർ നേടുന്ന വ്യക്തിയായിട്ട് ശ്രീ രവിശങ്കർ മാറി അല്ലേ. ശ്രീ രവിശങ്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താണ്? ദ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ. PSC മുൻപ് ചോദിച്ച ചോദ്യമാണ്. ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ശ്രീ രവിശങ്കർ ആണ് അല്ലേ. സോ ഇദ്ദേഹത്തിന് മറ്റൊരു രാജ്യത്തിൻ്റെ ഹയസ്റ്റ് റെക്കഗ്നിഷൻ റീസെൻ്റ് ആയിട്ട് ലഭിച്ചു. ഏതാണ്? ഫിജിയുടേതാണ് അല്ലേ. ശ്രീ രവിശങ്കർ വാസ് അവാർഡഡ് Fiji's highest civilian honor, the Honorary Officer of Order of Fiji, October 26, 2024. The award recognizes his remarkable contribution to promote peace, humanitarian efforts and fostering cultural ties between India and ഫിജി. അതായത് 2 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബന്ധമുണ്ടല്ലോ, അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ഫിജി ഹാസ് ബിക്കം ദ 6th country to confer this highest civilian award to him,
recognizing the vast scope of humanitarian work globally through the Art of Living Foundation. ഒരുപാട് മനുഷ്യകാരണ പ്രവർത്തനങ്ങൾ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷനിലൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1981 ഇത് സ്ഥാപിക്കപ്പെടുന്നത്. 2016 ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശ്രീ രവിശങ്കറിന് പത്മവിഭൂഷൺ നൽകിയിട്ട് നമ്മുടെ രാജ്യം ആദരിച്ചിട്ടുമുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല സ്പെയിൻകാരനായുള്ള ജൂതനാണെന്ന് റീസെൻ്റ് ആയിട്ട് DNA പരിശോധനയിൽ കണ്ടെത്തി. ഒരുപാട് രാജ്യങ്ങൾ ചുറ്റി കണ്ടെത്തിയ ആ ഒരു വ്യക്തി എന്താണ്? എല്ലാവരും വിചാരിച്ചതുപോലെ ഇറ്റലിക്കാരനല്ല, മറിച്ച് സ്പെയിൻകാരനായുള്ള ജൂതനാണെന്ന് റീസെൻ്റ് ആയിട്ട് DNA പരിശോധനയിൽ കണ്ടെത്തി. ചിലപ്പം അങ്ങനെ ചോദ്യം വരാം, ഏത് രാജ്യക്കാരനാണ്? ഇറ്റലിക്കാരനല്ല, എന്താണ് പിന്നെ സ്പെയിൻകാരനാണ്. നെക്സ്റ്റ് എന്താണ്? ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്ട്സിന് ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയുള്ള സീസർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. ചോദ്യം വരും, ഓസ്കാർ ജേതാവായുള്ള ആർക്കാണ് ഫ്രാൻസിന്റെ സീസർ പുരസ്കാരം 2024 ലഭിച്ചെന്ന രീതിയിൽ ചോദ്യം വരാം. ജൂലിയ റോബേർട്സ് ആണ്. ആ ഒരു പേര് അവിടെ നിന്ന് ഓർത്തു വെക്കണം. ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയാണ് സീസർ പുരസ്കാരം. അതാർക്ക് ലഭിച്ചു? ഓസ്കാർ ജേതാവായിട്ടുള്ള മുൻപ് ഓസ്കാർ വിജയിച്ച ആ ജൂലിയ റോബേർട്സിന് ലഭിച്ചു. അത് അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഷുജിൻ ഷാൻ അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ എന്താണ്? കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്ന സമയത്ത് 2024 ഒക്ടോബർ 12-ാം തീയതിയാണ്. അതായത് 80,000 വർഷത്തിൽ ഒരിക്കലും മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ഷുജിൻ ഷാൻ അറ്റ്ലസ് അല്ലെങ്കിൽ ഈ ബാർ 2023 A3 എന്ന് പറഞ്ഞ വാൽ നക്ഷത്രം കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് 2024 ഒക്ടോബർ 12-ാം തീയതി കാണാൻ വേണ്ടി സാധിച്ചു. സോ ഷുജിൻ ഷാൻ അറ്റ്ലസ് എന്ന് പറഞ്ഞ ഒരു പേര് അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. 80,000 പഴക്കം അല്ലെങ്കിൽ 80,000 വർഷത്തിൽ ഒരിക്കലും മാത്രം കാണുന്ന നക്ഷത്രത്തിന്റെ പേരെന്ന് ചോദിച്ചാൽ, വാൽ നക്ഷത്രത്തിന്റെ പേര് ചോദിച്ചാൽ ഷുജിൻ ഷാൻ അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് എന്താണ്? പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിന്റെ സൃഷ്ടാവ് ആന്റോണിയോ സ്കർമെത്തെ അന്തരിച്ചു. പാബ്ലോ നെരൂദ സെൻട്രൽ ക്യാരക്ടറായിട്ട് മാറിയ ഇൽ പോസ്റ്റിനോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ ഉണ്ടായിരുന്നു. ആ നോവലിന്റെ ഓഥറായിട്ടുള്ള ആന്റോണിയോ സ്കാർമെത്ത റീസെൻ്റായിട്ട് അന്തരിച്ചു. എന്തൊക്കെ പഠിക്കണം? ആന്റോണിയോ സ്കാർമെത്ത എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ പേര്, അദ്ദേഹമാണ് റീസെൻ്റായിട്ട് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ നോവൽ ഇൽ പോസ്റ്റിനോ എന്ന നോവൽ പഠിക്കണം. ആ ഇൽ പോസ്റ്റിനോയിലെ കേന്ദ്ര കഥാപാത്രമായുള്ള പാബ്ലോ നെരൂദയുടെ പേര് നമ്മളിവിടെ പഠിക്കണം. ഓക്കെ, അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? കഗീസോ റബാദ ഫാസ്റ്റസ്റ്റ് ടു 300 ടെസ്റ്റ് വിക്കറ്റ് ബൈ ബോൾസ് ഫേസ്ഡ്. എന്താണ് കാര്യം? നമ്പർ ഓഫ് ബോൾ സ്പേസ്ഡ് എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും വേഗത്തിൽ 300 വിക്കറ്റ് സ്വന്തമാക്കിയ താരമായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ കഗീസോ റബാദ റീസെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കഗീസോ റബാദ ബിക്കേം ദ 6th സൗത്ത് ആഫ്രിക്കൻ ബോളർ, 3rd ഫാസ്റ്റ് സൗത്ത് ആഫ്രിക്കൻ ടു ടേക്ക് 300 വിക്കറ്റ് ആൻഡ് ക്വിക്കസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ്. എന്താണ് കാര്യം? ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 300 വിക്കറ്റ്, അതാണ് എന്താണ് കുറഞ്ഞ നമ്പർ ഓഫ് ബോൾസ് അല്ലേ. ഇതുവരെ ഉണ്ടായിരുന്നത് വക്കാർ യൂനുസ് ആണ്. 12,602 ബോൾ എറിഞ്ഞിട്ടാണ് വക്കാർ യൂനുസിന് 300 വിക്കറ്റ് കിട്ടിയെങ്കിൽ റബാദ വെറും 11,817 ബോളുകൾ മാത്രമേ എറിഞ്ഞിട്ടുള്ളൂ. അതുപോലെ 300 വിക്കറ്റ് ക്ലബിലേക്ക് റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജ കൂടെ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഈസ് നോ വൺ ഓഫ് ദ 6 active bowlers to join 300 wicket club with Ravindra Jadeja recently having reached the milestone as well. Rabada only took 11,817 deliveries to reach this മാർക്ക്. വക്കാർ യൂനിസ് ആണെങ്കിൽ 12,602 ബോൾസ് എറിഞ്ഞിട്ടുണ്ട് അല്ലേ. 2018 ജൂലൈയിൽ എന്താണ് 150 വിക്കറ്റ് ടെസ്റ്റിൽ സ്വന്തമാക്കേണ്ട അന്ന് യങ്ങസ്റ്റ് വിക്കറ്റ് ടു ടേക്ക് 150 വിക്കറ്റ് എന്ന പ്രത്യേകത ഉണ്ടായിരുന്നു. 23 വയസ്സും 50 ദിവസവും ഉള്ളപ്പോഴാണ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ എല്ലാ ഫോർമാറ്റിലും ക്രിക്കറ്റിൻ്റെ ടെസ്റ്റ്, ODI അതുപോലെ തന്നെ T20 3 ഫോർമാറ്റിലും ഇദ്ദേഹത്തിന് എന്താണ് ഹാട്രിക് ഉണ്ട്. അതുകൂടെ ഓർത്തു വെക്കണം. അതുപോലെ IPL ഏറ്റവും വേഗതയേറിയ 100 വിക്കറ്റ് നേട്ടം റബാദയാണ് റീസെൻ്റ് ആയിട്ട് സ്വന്തമാക്കിയത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? 9th എഡിഷൻ ഓഫ് എക്സൈസ് ഗരുഡ ശക്തി 24. 2024 ഗരുഡ ശക്തി എക്സൈസ് അല്ലേ, അതിൻ്റെ 9th എഡിഷൻ റീസെൻ്റായിട്ട് നടന്നു. ഗരുഡ ശക്തി ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണെന്ന രീതിയിലൊന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, ആ ഒരു രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത. ദ ഇന്ത്യൻ ആർമി കോണ്ടിജന്റ് കംപ്രൈസിംഗ് ഓഫ് 25 പേഴ്സണൽ വിസിറ്റഡ് ജക്കാർത്ത, ഇന്തോനേഷ്യ to take part in 9th edition of India-Indonesia Joint Special Exercise ഗരുഡ ശക്തി. ഗരുഡ ശക്തി ഏതാണ്? ഇന്ത്യ-ഇന്തോനേഷ്യ ഗരുഡൻ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇന്തോനേഷ്യയുടെ ഗരുഡൻ. ഓക്കെ, ആ രീതിയിൽ ഗരുഡ ശക്തിയാണ് വരുന്നത്. നവംബർ 1 തൊട്ട് 12 വരെയാണ് ഈ ഒരു എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പാരച്യൂട്ട് റെജിമെൻറ്റും അതുപോലെ ഇന്തോനേഷ്യ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇന്തോനേഷ്യൻ സ്പെഷ്യൽ ഫോഴ്സ് കോർപ്സസും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 2012 തൊട്ടിട്ടാണ് ഈ ഒരു ഗരുഡ ശക്തി എന്ന് പറയുന്ന എക്സസൈസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത്.
ഇത്രയുമാണ് 2024 നവംബർ പാർട്ട് 1 വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നവംബർ മാസമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആ ഒരു ക്ലാസ് കൂടെ പറയാനുണ്ട്. അതോടുകൂടെ നവംബർ മാസം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കും. അതുപോലെ ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. കമൻറ്റായിട്ടൊക്കെ നിങ്ങൾ അറിയിക്കണം. ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി സാധിക്കും. ആവശ്യമുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ മാറ്റങ്ങളൊക്കെ എടുത്ത് തന്നെയാണ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് എടുത്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്ക് എന്നാലും ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്